السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ആ റബ്ബിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് അവനേറെ പ്രിയപ്പെട്ട രൂപത്തിൽ ജീവിതം മുന്നോട്ട് ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തത്തെ മറക്കാതെ അർഹിക്കുന്ന ഭാഷയിൽ ഉപദേശിക്കുകയാണ്. ഇരുത്തവും സംസാരവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അമലാക്കി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു പ്രഭാഷണമൊന്നും മനസ്സിലില്ല, ഏതാനും ചില വർത്തമാനങ്ങൾ അത് പരസ്പരം ഇങ്ങനെ അവനവൻ്റെ വിശ്വാസത്തിൻ്റെ വർധനവിന് സഹായിക്കുന്ന തലത്തിൽ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരായ നമ്മളൊക്കെ ദുനിയാവിലേക്ക് വന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. 67-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ വചനം അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന വർത്തമാനവും അതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണവും ജീവിതവും അവൻ സൃഷ്ടിച്ചത് ലിയബ്ലുവകും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടത് നമ്മുടെ അമലുകളുടെ ക്വാണ്ടിറ്റിയേക്കാൾ എണ്ണത്തേക്കാൾ അവയുടെ ഗുണമേന്മയാണ്, ക്വാളിറ്റിയാണ്. ഞാൻ എന്തു ചെയ്തു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ എത്ര നന്നായി ചെയ്തു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നോട്ടവും നിരീക്ഷണവും എല്ലാം. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും ഉപകാരപ്രദമാകുന്ന, നമ്മൾക്ക് ഉപകരിക്കുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റാൻ കഠിനമായ പ്രയത്നവും പരിശ്രമവും എല്ലാം നമ്മുടെ ഭാഗത്ത് സദാസമയത്തും ഉണ്ടാകണം.
വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആരാധിച്ചാൽ അള്ളാഹു നമ്മൾക്ക് ഓഫർ ചെയ്തിരിക്കുന്ന അതിമഹത്തരമായ സമ്മാനം എന്ന് പറയുന്നത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കാണാത്ത, വലാ ഉദുനും സമഅത്, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിന് പോലും സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ലാത്ത അത്യുന്നതമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗമാണ് നമ്മുടെ ആഗ്രഹം. സ്വഹാബാക്കളും നമ്മളും തമ്മിലൊക്കെയുള്ള വ്യത്യാസം ചോദിച്ചാൽ അവരെ ലക്ഷ്യം സ്വർഗം മാത്രമേ. നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമായി സ്വർഗം ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ലമാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു സ്വർഗത്തെ സൃഷ്ടിച്ച സമയം ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ ആ സ്വർഗം ഒന്നു കണ്ടുവാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കണ്ടുവന്നു. എന്താ തോന്നുന്നത് ചോദിച്ചു. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഈ സ്വർഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ആരും ഇങ്ങോട്ട് വരാതിരിക്കില്ല. അത്ര സുന്ദരമാണിത്, അത്ര മനോഹരമാണിത്. അള്ളാഹു ആ സ്വർഗത്തിൻ്റെ ചുറ്റും പരീക്ഷണങ്ങളെ കൊണ്ട്, മക്കാരികളെ കൊണ്ട് നിറച്ചു. സ്വർഗത്തിലേക്കുള്ള പാത ദുർഘടം പിടിച്ച പാതയാണ്. വീണ്ടും പോയിട്ടൊന്ന് കണ്ടുവരാൻ പറഞ്ഞു. കണ്ടുവന്നിട്ട് പറയുന്നത്, ആരും ഇവിടേക്ക് എത്തുകയില്ലേ എന്നു ഞാൻ ആശങ്കപ്പെടുന്നു റബ്ബേ എന്ന്. നരകത്തെ സൃഷ്ടിച്ചു, നരകം കണ്ടുവാന്ന് പറഞ്ഞു. നരകം കണ്ടുവന്നു. ഇതിനെക്കുറിച്ച് കേട്ട ആരും ഇങ്ങോട്ട് എത്തിപ്പെടുകയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന് മറുപടി കൊടുക്കുന്നു. ആ നരകത്തിന് ചുറ്റും അള്ളാഹു ഷഹവാത്തുകളെ കൊണ്ട്, ദേഹേച്ഛകളെ കൊണ്ട് നിറച്ചു. താൻ ഇച്ഛിക്കുന്നത് എന്തും ചെയ്താൽ അതിലേക്കുള്ള മാർഗം എളുപ്പമാണ്. വീണ്ടും പോയി കണ്ടുവരാമെന്ന് പറഞ്ഞു. കണ്ടുവന്നിട്ട് പറയുന്ന വർത്തമാനം, എല്ലാവരും ഇങ്ങോട്ട് എത്തുമോ എന്നാണ് എൻ്റെ ഭയം. സ്വർഗമേ നീ സംസാരിക്കൂ എന്ന് അള്ളാഹു പറയുന്നു. ആ സമയം സ്വർഗത്തിൻ്റെ സംസാരങ്ങളുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് തുടങ്ങുന്ന വർത്തമാനങ്ങൾ നമ്മൾക്ക് ഗ്രന്ഥങ്ങളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. വിശ്വാസികൾ വിജയിച്ചു. അവരെ വിജയത്തിന്റെ ക്വാളിറ്റികൾ വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ എടുത്ത് നമ്മളിങ്ങനെ മറിച്ചു നോക്കണം. അതിൻ്റെ ആദ്യ ഭാഗത്തുടനീളം ഒരു വിശ്വാസി, ഇരുലോകത്തും വിജയിക്കുന്ന വിശ്വാസികളുടെ ക്വാളിറ്റികൾ അല്ലാഹു എടുത്തെടുത്ത് പറയുന്നുണ്ട്. പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കാതെ മുന്നോട്ട് പോവുക. ഫൈദാ ഫറഅത ഫൻസബ്, ഒഴിവ് കിട്ടിയ അധ്വാനിക്കുക. ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് അവനവൻ്റെ പരിശ്രമങ്ങളെ നീട്ടിക്കൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നന്മകൾ കൊയ്തെടുക്കാനുള്ള ഒരു വിളയിടമായിക്കൊണ്ട് ഭൂമിയെ നമ്മൾക്ക് കാണാൻ, ദുനിയാവ് നമ്മൾക്ക് കാണാൻ പറ്റണം. ഇന്നലില്ലാഹി ഇബാദൻ ഫുതന, അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ ഒരു കൂട്ടം അടിമകളുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തറക്കുദ്ദുനിയ വഖാഫുൽ ഫിത്തന, അവർ ദുനിയാവ് ഉപേക്ഷിച്ചവരാണ്. അവർ ഫിത്തനയെ ഭയപ്പെട്ട മനുഷ്യരാണ്. ദുനിയാവ് അവരൊരു ആഴക്കടൽ പോലെ കണ്ടു. ആ ആഴക്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളായി അമല് സ്വാലിഹാത്തുകളെയും അവർ കണ്ടു. കപ്പലിനകത്തേക്ക് എങ്ങാനും കടൽ വെള്ളം പ്രവേശിച്ചാൽ കപ്പൽ മുങ്ങിപ്പോകുന്നത് പോലെ അവനവന്റെ ജീവിതത്തിലേക്ക് അമിതമായി ദുനിയാവ് കയറിയാൽ അവനവന്റെ ജീവിതം പൊളിഞ്ഞു പോകും, അമലുകൾക്ക് അത് കോട്ടം വരുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് വിശ്വാസികൾ ദുനിയാവിനെ നോക്കിക്കണ്ടത്. നമ്മളിങ്ങനെ ആലോചിക്കേണ്ട വിഷയം, ഞാനിവിടെ വന്നത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്ത് നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആ ദുനിയാവിൽ ഞാൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഷെൽട്ടർ, ഒരു അഭയം, ഒരു വീട് എനിക്ക് ആവശ്യമുണ്ട്.
എനിക്കിവിടെ മുന്നോട്ട് പോകണമെങ്കിൽ, എനിക്ക് ആരാധന ചെയ്യണമെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടാകണം. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം. എനിക്ക് ഭക്ഷണം വേണം. ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം. അങ്ങനെ ഭക്ഷണം അധ്വാനിച്ച് എനിക്ക് പണം കിട്ടുള്ളൂ. ആ പണം കിട്ടണമെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കണം. അപ്പൊ എൻ്റെ പഠനം, എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, എൻ്റെ വീട്, ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇബാദത്ത് നിർവഹിക്കാനുള്ള മാർഗങ്ങളാണ് ഇത് എന്നാണ് വിശ്വാസി മനസ്സിലാക്കേണ്ടതും അവന്റെ മറുപടിയായിട്ട് നാവിലൂടെ പുറത്തേക്ക് വരേണ്ടതും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ, നമ്മുടെ കൂടെ ജീവിക്കുന്ന 95% ആളുകളുടെയും ലക്ഷ്യം ഇതല്ല. പലപ്പോഴും നമ്മളൊക്കെ ഈ മാർഗങ്ങൾ ലക്ഷ്യങ്ങളായി കണ്ടു, ലക്ഷ്യത്തെ മറന്നുപോയി. എന്താ ലക്ഷ്യം ചോദിച്ചാൽ, ആ വീടിന്റെ പണിയൊന്ന് ഫുള്ളാവണം, ഇല്ലാതെ എനിക്കൊരു സമാധാനമില്ല. മകളെ കല്യാണം, മകന്റെ ആ ജോലി, ഇതൊന്നും ആവാതെ എനിക്കൊരു സ്വൈര്യം കിട്ടണില്ല. പലപ്പോഴും ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നു, മാർഗങ്ങൾ നമ്മൾക്ക് ലക്ഷ്യങ്ങളായിട്ട് മാറുന്നു. ജോലി കിട്ടി, എന്താ സുബൈക്ക് പള്ളി കാണാത്ത ചോദിച്ചാൽ, ജോലി കഴിയാനൊക്കെ ഒരുപാട് സമയമാവാണ്, ക്ഷീണം, ഉറങ്ങണ്ടയോ, ഉറങ്ങിപ്പോവുകയാണ്. സമ്പത്ത് എന്നുള്ള പരീക്ഷണത്തിൽ തോറ്റുപോകുന്നു പലരും. ജമാഅത്ത് അടക്കുണ്ടാവും, കടയിലൊരു മനുഷ്യൻ ഉണ്ടാവില്ല, എന്നാലും 5 മിനിറ്റ് കട ഷട്ടറൊന്ന് താഴ്ത്തിപ്പോരാനുള്ള ഒരു മാനസികാവസ്ഥ കടന്നു വരാത്തതിന്റെ കാരണം എന്തേ? വിശ്വാസികളായ നമ്മുടെ കൂട്ടത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്. 2 വിഭാഗം ആളുകൾ. ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ സുബൈക്ക് പള്ളി ഉണ്ടാവും, ചിലപ്പോൾ നല്ല തണുപ്പുണ്ടാവും, എന്നാലും എഴുന്നേറ്റ് അവർ വരും. ഏതെങ്കിലും കാരണം കൊണ്ട് അറിയാതെ എങ്ങാനും ഉറങ്ങിപ്പോയാൽ എൻ്റെ ജമാഅത്ത് എനിക്ക് നഷ്ടമായല്ലോ എന്ന സങ്കടം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവും. അങ്ങാടിയിൽ നിൽക്കുകയാണ്, ബാങ്ക് കേൾക്കുകയാണ്, അയാൾ പള്ളിയിലേക്ക് എത്തും. പള്ളിയിലേക്ക് എത്താൻ വേണ്ടി അയാൾ പരിശ്രമിക്കും. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് മുന്നിൽ വന്ന് കൈനീട്ടിയാൽ തനിക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും, എന്നാലും വലവു കാന ബിഹിം ഖസ്വാസ, ആവശ്യങ്ങളുണ്ടെങ്കിലും അത്യാവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കും. എൻ്റെ കാര്യം അള്ളാഹ് പൂർത്തീകരിച്ച് തരണമെങ്കിൽ ഞാൻ കൊടുക്കണല്ലോ എന്ന ഈമാനോടുകൂടി കൊടുക്കും. സഹോദരിമാരിലുണ്ടാവും, വെള്ളിയാഴ്ചയാണല്ലോ, ആഴ്ച 1 ദിവസം കിട്ടണാണല്ലോ, പണിയൊക്കെ നേരത്തെ തീർക്കണം, ജുമുഅക്ക് നേരത്തെ പോയി പള്ളിയിൽ ചെന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഖുർആൻ ഇവരെ കുറിച്ച് പറഞ്ഞ വാചകം ഹുല്ലത്തു മിനൽ അവ്വലീൻ, മുൻഗാമികളായ നമ്മുടെ പ്രവാചകന്മാരും സ്വഹാബാക്കളും ഒക്കെ ഈ ഈമാനുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ വഖലീലു മിനൽ ആഖിരീൻ, പിൻഗാമികളായ നമ്മളിൽ അത്തരം ഈമാനുള്ളവർ വളരെ കുറവാണ്. അപ്പൊ ഈ കുറഞ്ഞ ആൾക്കാർ അപ്പുറത്തൊരു മഹാഭൂരിപക്ഷം ഉണ്ട്. ആ മഹാഭൂരിപക്ഷം 2ാമത്തെ വിഭാഗം. അവരാരാ? അവര് മുനാഫിക്കീങ്ങളും കാഫിരീങ്ങളും ഒന്നുമല്ല, ദീനിന്ന് പുറത്തു പോയ ടീമൊന്നല്ല. പക്ഷെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും മുകളിലേക്ക് ദീന് വരൂല. എൻ്റെ ചുറ്റുപാടൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ദീനിയായിട്ട് ജീവിക്കും, ആ ദീനൊക്കെ എനിക്ക് മതി. സുബൈക്ക് എണീക്കണം നിർബന്ധമൊന്നുമില്ല, എണീക്കാണെങ്കിൽ പോകാം, അല്ലെങ്കിൽ 7 മണിക്കോ 8 മണിക്കോ എപ്പോഴാ എഴുന്നേൽക്കുന്ന അപ്പ സുബൈ പോയി സങ്കടം ഉണ്ടോ? ഇല്ല. എന്തേ മൈമതെ പള്ളിയിൽ കാണാത്ത ചോദിച്ചാൽ തലവേദന, ഇടങ്ങേറ്, എണീക്കാൻ പറ്റണ്ടേ, ആകെ ക്ഷീണം. ആ സങ്കടം കുറ്റബോധം അയാളെ മനസ്സിലുണ്ടാവില്ല. അങ്ങാടി നിൽക്കുകയാണ്, ബാങ്ക് കേൾക്കുകയാണ്, പള്ളിക്ക് വരൂല. അവസാനം അസർ ബാങ്ക് കൊടുക്കാൻ 5-10 മിനിറ്റ് ബാക്കി ഉണ്ടാകുമ്പോൾ ഓടി വന്ന് ലോഹർ സ്കരിക്കും. എന്നിട്ട് എനിക്ക് ലോഹർ പോയില്ല, സമാധാനം കണ്ടെത്തും. ഏതെങ്കിലും പാവപ്പെട്ടവൻ മുന്നിൽ വന്ന് കൈനീട്ടിയാൽ അയാളെ ആവശ്യങ്ങൾ മുഴുവൻ കഴിഞ്ഞ് മനസ്സ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും. കൊടുക്കണമെന്നോ അത് കൊടുത്ത അള്ളാഹ് എൻ്റെ കാര്യം നിറവേറ്റുന്നോ ഒരു ചിന്ത മനസ്സിലുണ്ടാവില്ല. മനസ്സ് പാകപ്പെടുകയാണെങ്കിൽ കൊടുക്കാം. സഹോദരിമാരിലുണ്ടാവും, വെള്ളിയാഴ്ച പ്രത്യേകിച്ചൊരു ഒരുക്കൊന്നും ഉണ്ടാവില്ല. പണി തീരുകയാണെങ്കിൽ, വെയിലില്ലെങ്കിൽ, വണ്ടി കിട്ടുകയാണെങ്കിൽ, അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ, മഴ ഇല്ലെങ്കിൽ, കുട്ടി കരയണില്ലെങ്കിൽ ഞാൻ പള്ളിക്ക് പോകാം. എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ 2 വിഭാഗം, 2 കാറ്റഗറി ഉണ്ടാവാനുള്ള കാരണം? അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപനം.
ഒരു വിശ്വാസിക്ക് അവന്റെ ദീന് കൊണ്ട് കിട്ടേണ്ട ഒരു ഹലാവത്തുണ്ട്, ഒരു മധുരമുണ്ട്. ആ മധുരം കിട്ടിയ ആളുകളാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. അത് കിട്ടാത്ത ആളുകളാണ് രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ. ഞാനും നിങ്ങളും ഏതിലാണ് പെടുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്താനുള്ള കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടാകാൻ, ജീവിതത്തിൽ ദീൻ നമ്മൾക്ക് ബസീറത്തായിട്ട് നമ്മുടെ ഉള്ളിൽ അത് ഉൾക്കാഴ്ച ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ അത് എനിക്കുള്ള വർത്തമാനങ്ങളാണ് തോന്നി അത് മറിച്ചു വെക്കാൻ നമ്മൾ ആരംഭിക്കണം. ഇപ്പോഴും 600-700 പേജൊക്കെ ഉള്ള നോവല് 10 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്ന പല മനുഷ്യന്മാരുണ്ട്. ഇന്ന് വരെ 20 കൊല്ലം അമാനി മൗലവിന്റെ കഠിനാധ്വാനം കൊണ്ട് തഫ്സീറോ പോട്ടെ, പരിഭാഷ ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദനി പരിഭാഷ പോലും ഒരാവർത്തി വായിച്ചിട്ടില്ല. എപ്പോഴും വാപ്പ ഗൾഫിൽ നിന്ന് അങ്ങനെ പെട്ടി കൊണ്ടുവന്നാലേ ഉള്ളിൽ എന്താണെന്ന് അറിയാനൊക്കെ എന്തൊരു ആകാംക്ഷ മക്കൾക്ക് ഉണ്ടാവുക. നമ്മളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയർ, അയാളുടെ ഭാഷയിൽ നമ്മുടെ പേരിലേക്ക് ഒരു കത്ത് എഴുതി, നമുക്കത് കിട്ടി, മനസ്സിലായി ഇത് ഇന്ന ആൾ എനിക്കും വേണ്ടി എഴുതിയതാ. തുറന്നു നോക്കുമ്പോൾ നമ്മളെ ഭാഷയൊന്നുമല്ല, എൻ്റെ ഭാഷയല്ല, എനിക്കത് മനസ്സിലാവണില്ല, നമ്മളാരും അത് കീറിയിടൊന്നുമില്ല. ആ ഭാഷ പഠിച്ചിട്ടോ അത് അറിയുന്നവൻ്റെ അടുത്ത് ചെന്നിട്ടോ അത് ഗൂഗിൾ വെച്ചിട്ടോ അയാൾ എനിക്കെഴുതിയ സന്ദേശം എന്താണ്, അതിൻ്റെ ആശയം എന്താണെന്ന് അറിയാനുള്ള ത്വര നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, അല്ലാ 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് നമ്മൾക്ക് അയച്ചൊരു കാർഗോ, അതിൻ്റെ ഉള്ളിൽ എന്താ പഠിച്ചോൻ പറയണത്, ഇക്കാലം അത്രയും നമ്മളിങ്ങനെ മറിച്ചു നോക്കാൻ നമ്മൾ ഇപ്പോഴും തുടങ്ങിയില്ലെങ്കിൽ നമ്മളെ എന്താ നമ്മൾ വിളിക്കേണ്ടതെന്ന് സ്വയം ആലോചിച്ച് നോക്കി. ഹാദാ ബസോഇറുൽ ലിന്നാസ്, ഇത് ജനങ്ങളെ കണ്ണ് തുറപ്പിക്കണ ഗ്രന്ഥാണ്. വഹുദൻ, ഇത് സന്മാർഗാണ്. വറഹ്മത്തുൻ, ഇത് കാരുണ്യാണ്. ആർക്കാന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഖൗമി യൂഖിനൂൻ, വിശ്വസിച്ചവർക്ക് നല്ല പറഞ്ഞത്, ഉറച്ച വിശ്വാസമുള്ള മനുഷ്യന്മാർക്ക് എന്നാണ്. ഉറച്ച വിശ്വാസം വരണം. ആ ഉറച്ച വിശ്വാസം ഉണ്ടോ പിന്നെ അയാൾ എവിടെയും കുലുങ്ങൂല. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കരുത് എന്ന വിഷയം വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചു. അള്ളാന്റെ വിധി ഒരു വിഷയത്തിൽ ഉണ്ടായി, പിന്നെ അയിമൊരു ചർച്ചനെ പാടില്ല. അല്ലാത്തൊരു പ്രാർത്ഥിക്കാൻ പറ്റൂല, ചർച്ചക്കന്നെ സ്കോപ്പില്ല. മരിച്ചോലെ കേൾക്കൂലേ, ഇനി വിജനമായ സ്ഥലത്ത് കൂടെ അങ്ങനെ പോവുക, ജിന്നെ സഹായിക്കുക, ജിന്റെ ശബ്ദം കേട്ടു, ആ ചർച്ചക്കന്നെ ഇസ്ലാം ദീനിൽ സ്കോപ്പില്ല, സാധ്യതയില്ല. അള്ളാഹ് വിധി നിർണയിച്ച ഒരു വിഷയത്തിൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾക്കൊരു ചിന്തക്ക് സ്ഥാനമല്ല. പക്ഷെ എവിടെയൊക്കെയോ നമ്മളറിയാതെ ശിർക്ക് നമ്മളിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുക. ദീനെന്ന് ഇങ്ങനെ ഭൂരിഭാഗം മനുഷ്യന്മാർ ലൂസായിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമ്മളിങ്ങനെ പറയും ഓല് ഭയങ്കര മോഡേൺ ഫാമിലിയാ, അപ്പൊ അത് മാറി, ഓലൊക്കെ ഭയങ്കര ലിബറൽ ഫാമിലിയാന്നായി. ലിബറലാണ്. എന്താ ലിബറൽ? എല്ലാത്തൊന്നും അയഞ്ഞു, ഇതൊന്നും അത്ര വലിയ സംഭവം എന്നല്ല തോന്നാൻ തുടങ്ങി മനുഷ്യന്മാർക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാ ദീൻ ഊരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എത്ര വ്യവസ്ഥാപിതമായി ഇസ്ലാമിക പ്രബോധന സംഘങ്ങളും പ്രബോധന പരിപാടികളും നടത്തുന്നുണ്ടോ അതിനേക്കാളും വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി ഇസ്ലാം വിരുദ്ധ പ്രോഗ്രാമുകൾ, ആശയങ്ങൾ ഇവിടെ കൃത്യവുമായി വളരെ അജണ്ടയോടുകൂടി അത് ഇങ്ങനെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. പണ്ട് വരെ ഒരു കുട്ടി എന്താ നിസ്കരിക്കാത്ത ചോദിച്ചാൽ അവന്റെ ആകെയുള്ള കാരണം മടി മാത്രമേ. ഇപ്പഴാണ് ചോദിച്ചു നോക്കി എന്താ നിസ്കരിക്കാത്ത, നിസ്കരിച്ചിട്ടൊക്കെ ഇപ്പൊ എന്താ കിട്ടണേ, എനിക്കൊന്നും തോന്നണില്ല, എനിക്ക് പ്രത്യേകിച്ച് ഫീലൊന്നും ഇല്ല എന്ന വർത്തമാനത്തേക്ക് നമ്മുടെ മക്കൾ മാറി. നിസ്കരിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം, നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ തോന്നിയാസം ചെയ്യണില്ല, ഞാൻ നിസ്കരിക്കുന്ന തീരുമാനിക്കാൻ തുടങ്ങി. അള്ളാന്റെ ദീന്റെ വിഷയത്തിൽ മാത്രം ഈ ചിന്ത മനുഷ്യന്മാർക്ക് വരാൻ തുടങ്ങി. എന്തേ രാഷ്ട്രീയക്കാരൻ കുറെ തോന്നിയാസം കാട്ടുണ്ട് എന്ന് കരുതി നമ്മളാരും വോട്ട് ചെയ്യാതൊക്കെ ഇല്ലല്ലോ. ഏതെങ്കിലും 4 അധ്യാപകൻ തോന്നിവാസം കാണിക്കും, നമ്മളാരും പഠിപ്പ് മുടക്കില്ലല്ലോ. ഏതൊരു ബിസിനസ് മേഖല ഏത് മനുഷ്യന്മാര് വൃത്തികേട് കാണിച്ചിന് നമ്മളാരും ബിസിനസ് ഇറങ്ങാതൊക്കെ ഇല്ലല്ലോ. അള്ളാന്റെ ദീന്റെ വിഷയത്തിൽ മാത്രം ഈ ചിന്താഗതി വരാൻ തുടങ്ങി പുതിയ തലമുറക്ക്.
എന്തിനാ ഇസ്ലാമികമായ വേഷഗാനങ്ങൾ സ്വീകരിക്കണേ? അതൊക്കെ ഒളിച്ചിടുന്നൂടെ? വർത്തമാനം ചോദിക്കാൻ തുടങ്ങി നമ്മുടെ മക്കൾ. എന്റെ ദീന്റെ വിഷയത്തിൽ മാത്രം ചോദിക്കണം. ഒരു ജഡ്ജി ഇങ്ങനെ ജഡ്ജിയുടെ കോട്ടൊക്കെ ഇട്ട് വിധി പറയാൻ പോകുമ്പോൾ നമ്മളാരും ചോദിക്കല്ലോ എന്തിനാപ്പം ഇതൊക്കെ? ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പോയിക്കൂടെ ചോദിക്കല്ലോ? ഏതെങ്കിലും ഒരു ഹെയർ ഹോസ്റ്റസിന് എന്താപ്പം ഇതൊക്കെ ഒരു മാക്സ് കിട്ടിയിരുന്നാൽ പോലെ ചോദിക്കല്ലോ? ഇല്ല. അള്ളാന്റെ ദീന്റെ വിഷയത്തിൽ മാത്രം ഈ പുച്ഛ മനോഭാവം ഇന്ന് പുതിയ തലമുറയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് ലിബറലിസം. മതമിങ്ങനെ അവർക്കുള്ളിൽ നിന്ന് ഊരി മാറ്റപ്പെടുന്നു. അവരുടെ തലച്ചോറുകളെ, ചിന്തകളെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ദീൻ വെറുപ്പായിക്കൊണ്ടിരിക്കുന്നു. അത് പഴയതാണ്. മോഡേണിസ കാലഘട്ടത്തിൽ പുതിയത് മാത്രം മതി, പഴയത് മുഴുവൻ പയഞ്ചനാണ് എന്ന വർത്തമാനങ്ങൾ അവർ അവർ തലച്ചോറുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടി ദീനിലുണ്ടോ എന്ന് നമ്മൾ വെറുതെ ആലോചിക്കണം. മക്കളിപ്പോ ബിദ്അത്തിന്റെ വക്കത്തും ശിർക്കിന്റെ വക്കത്തൊന്നുമില്ല, കുഫറിന്റെ വക്കത്താ. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ എത്രമേൽ തണുത്തു പോകുന്നുവോ അത്രമേൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുമെന്ന ബോധ്യം ഉണ്ടാവണം. അസ്ലിയായ ദീൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ അയറാബികൾ പലരും മുർത്തദായിട്ട് ഇസ്ലാം വിട്ടെറിഞ്ഞു പോയില്ലേ? നബി മരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ദീൻ എന്നാ ചോദിച്ചേ? നമ്മളെ കുട്ടികൾക്ക് തന്നെ നമ്മൾക്ക് ആകെ നമ്മൾ കൊടുത്തൊരു വിദ്യാഭ്യാസം ഉണ്ട്, മദ്രസ. 6-ാം വയസ്സിൽ മദ്രസയിൽ പോയ കുട്ടി, നല്ലോണം ആലോചിക്കട്ടെ. നമ്മുടെ കുട്ടി 6-ാമത്തെ വയസ്സിലോ 7-ാമത്തെ വയസ്സിലോ മദ്രസ പോയി. 14-ാമത്തെയോ 15-ാമത്തെയോ വയസ്സിൽ നമ്മളെ കുട്ടി മദ്രസ നിർത്തി. 7 വരെ പോയി, 8 വരെ പോയി. ശരി, 7-8 കൊല്ലം ദിവസം 2 മണിക്കൂർ വെച്ച് നമ്മളെ കുട്ടി കേട്ടത് ദീന. 7-8 മണിക്കൂർ നമ്മുടെ കുട്ടി ദീന കേട്ടു. എന്നിട്ട് എന്തേ നമ്മളെ കുട്ടികളുടെ ജീവിതത്തിൽ ദീന കാണാത്ത? നമ്മൾ ആത്മാർത്ഥത്തിൽ ആലോചിച്ചൊക്കെ 8 കൊല്ലം ഒരാൾ 2 മണിക്കൂർ വെച്ച് ദീന കേട്ടിട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദീനില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എവിടെയാ പ്രശ്നം പറ്റി? എവിടെയാ പോരായ്മ സംഭവിച്ചത്? 2 കാര്യം ആലോചിക്കണ്ടേ. ഒന്ന്, എൻ്റെ കുട്ടിയെ ഞാൻ മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഉദ്ദേശം എൻ്റെ കുട്ടി ഖുർറത്ത അയുൻ, കൺകുളിർമയുള്ള കുട്ടിയാകണം നമ്മൾ പ്രാർത്ഥിച്ചിനോ നമ്മൾ ആലോചിക്കണം. 2, കുട്ടി മദ്രസിന് പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തീനോ എന്നുകൂടിയാണ് ആലോചിക്കണം. വസ്ത്രമൊക്കെ നല്ലേക്ക് ഇടണം കേട്ടോ, മൊഫ്തേക്ക് ഉഷാറായി ചുറ്റണം എന്ന് മദ്രസിന് ഇങ്ങനെ കുട്ടി പറഞ്ഞു കൊടുക്കുക, കുട്ടീനെ ഇങ്ങനെ അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുക. സ്കൂൾക്ക് പോകാൻ നേരത്തെ നമ്മളെ കുട്ടി രാവിലെ 6 മണിക്ക് നമ്മുടെ കുട്ടിന്റെ കോലം ഓള് ബീവിയും, 9:30 സ്കൂൾ ബസ് വരുമ്പോൾ നമ്മളെ കുട്ടിന്റെ കോലം ദേവിക്കാരും. നമ്മളെ അമ്മയ്ക്കരാ തട്ട ഊരി കൊടുത്ത് അവക്ക് അത്ര മതിയും തോന്നിയത് എവിടുന്നാ? സുബൈക്ക് ജമാഅത്തിന് എഴുന്നേൽക്കാത്ത, പള്ളിയിൽ പോകാത്ത മനുഷ്യന്റെ വീടുകൾ കത്തിച്ചു കളയണമെന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ച വീടായിട്ട് നമ്മളെ വീട് ഇങ്ങനെ മാറുക. ജമാഅത്തിന് ബാപ്പ പള്ളിക്ക് പോകാൻ മക്കളോട് പറയില്ല. എന്തേ പറയാത്ത ചോദിച്ചാ അപ്പൊ നിങ്ങളോന്നുള്ള തിരിച്ചു പോയതിന് ഒന്നും ബാപ്പാനത്ത് മറുപടി ഇല്ലാത്തതുകൊണ്ട് ബാപ്പ ഉപദേശമൊക്കെ നിർത്തി. ജുമുഅ ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ വെള്ളിയാഴ്ചത്തെ ആ പരിപാടി മാത്രമായിട്ട് നമുക്ക് ഒതുങ്ങാൻ തുടങ്ങി. ഖുർആൻ ക്ലാസ്സുകളിലേക്കോ മരണ വീടുകളിലേക്കൊന്നും നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകാതായി. പഠനം A+, എന്നുള്ള ചിന്തയിലേക്ക് മാത്രം കുട്ടികളെ ഒതുക്കി. അസ്ലിയായ ദീൻ നമ്മുടെ കുട്ടിക്ക് കൊടുക്കണം. ശരി, മദ്രസയിൽ നിന്നൊക്കെ കിട്ടാൻ നമ്മൾ ആലോചിക്കണ്ടേ? ML എന്ന് പറയും മദ്രസക്ക്, മിനിമം ലെവൽ ഓഫ് ലേണിംഗ്. 7-ാം ക്ലാസ് പഠിക്കണം, മദ്രസ പഠിക്കണ കുട്ടിന്റെ വയസ്സ് 12-ഓ 13-ഓ വയസ്സാണ്. ബുദ്ധി വെച്ചിട്ട് പഠിക്കൊന്നുമല്ല കുട്ടി. ആ A+നും വേണ്ടി ഇങ്ങനെ കാണാപ്പാടം പഠിക്കണ മാതിരി കുറച്ച് പഠിക്കും, ചെറിയ കുറച്ച് അന്തണ്ടാവും. പക്ഷെ ആ പ്രായപൂർത്തിയായി കഴിഞ്ഞ ശേഷം കൗമാരത്തിലേക്ക് നമ്മുടെ കുട്ടി പ്രവേശിച്ചു. 15 വയസ്സ് മുതൽ നമ്മുടെ കുട്ടി ശരിയായ ദീൻ പഠിക്കാൻ തുടങ്ങണം. സിയാറികളിലേക്ക് നമ്മുടെ കുട്ടികൾ പങ്കെടുക്കണം. സിയാറൊക്കെ MSMO ഇല്ലെങ്കിൽ ISMO KNMO കരുതാ സിയാറി വിപുലമായിട്ട് കൊണ്ടുപോകണം. ആ അസ്ലിയായ ദീൻ നമ്മുടെ കുട്ടികൾക്ക് ആ പ്രായത്തിൽ കിട്ടാതെ പോകുന്നതാണ് സകലമാന തോന്നിവാസങ്ങളും ആഭാസങ്ങളും നമ്മുടെ കുട്ടികൾ വന്ന് പതിക്കാനുള്ള കാരണം. അത് അവരെ കുറ്റമല്ല.
നാനാഭാഗത്തുകൂടെ ഇസ്ലാം വിമർശകർ നമ്മുടെ മക്കളെ ഹൈജാക്ക് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടി അതിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ എന്തു കൊടുത്തു എന്നുള്ള ചോദ്യവും ചിന്തയും ആത്മാർത്ഥമായിട്ട് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എത്രത്തോളം എന്ന് വെച്ചാൽ അത് പഠിപ്പിക്കേണ്ട ഗൗരവം പറയാം, വെറുതെ പറയാം. നമ്മൾ കഴിഞ്ഞ വർഷം ബാലുശ്ശേരി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ എന്നൊരു യൂണിഫോം നടപ്പിലാക്കി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം, അതിൽ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഏതോ കാലത്ത് എന്നോ തുടങ്ങിയ സമ്പ്രദായങ്ങൾ. പക്ഷേ ജെൻഡർ ന്യൂട്രൽ എന്ന ഒരു പേര് കഴിഞ്ഞ വർഷം മാത്രം സ്വീകരിച്ച് അതിനെ പിന്നീട് വിമർശനങ്ങളുടെ ഉള്ളിൽ ആ പേരൊക്കെ ഒഴിവാക്കി. പക്ഷെ നമ്മൾ കരുതി ഇത് അതോടുകൂടി ഒതുങ്ങിപ്പോയി എന്നല്ല. നിങ്ങളുടെ വീട്ടിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സോഷ്യൽ സയൻസിൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പാഠഭാഗം 8ാമത്തെ ചാപ്റ്റർ മുതൽ മറച്ചു വയ്ക്കോളൂ. പുതിയ പാഠപുസ്തകത്തിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അത് ജെൻഡർ ന്യൂട്രൽ ആണ്, ജെൻഡർ പൊളിറ്റിക്സ് ആണ്. എന്താ പ്രശ്നം? അവനെന്നോ അവളെന്നോ ഇനി ഒരാളെ നമ്മൾ വിളിക്കരുത്, അവർ എന്നോ മാത്രം വിളിക്കണം. ആണും പെണ്ണും എന്നാൽ രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിയുടെ ലിംഗം ആൺ പെൺ എന്ന് നിങ്ങൾ രേഖപ്പെടുത്തരുത്. ആ കുട്ടി ഭാവിയിൽ അവന് എന്താണോ തോന്നുന്നത് അതവൻ ആയിക്കോട്ടെ എന്ന് പഠിപ്പിക്കുന്നു. ഇത്ര കാലം നമ്മൾ കണ്ട വിവാഹങ്ങൾ ആണും പെണ്ണുമാണെങ്കിൽ അതൊക്കെ പരമ്പരാഗതമാണ്, അതിനെയൊക്കെ പൊളിച്ചെഴുതണം എന്ന് നമ്മുടെ മക്കൾ പാഠപുസ്തകങ്ങളോടെ വായിച്ചെടുക്കാൻ പോകുന്നു. ഇനി മുതൽ ഇവിടെ നമ്മുടെ കുട്ടി പുസ്തകത്തിൽ A+ കിട്ടാൻ എന്തും എഴുതിക്കോട്ടെ, പക്ഷേ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ഫിൽറ്ററിലൂടെ നമ്മുടെ കുട്ടി ആ വിഷയം മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ കുട്ടിക്ക് എന്ത് അവസരം ചെയ്തു കൊടുത്തു എന്നുള്ള ചോദ്യം വീണ്ടും 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 നമ്മൾ സ്വയം ആലോചിക്കണം. അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം രക്ഷിതാക്കൾ. കാലം എന്താണെന്നറിയണം, കാലബോധം ഉണ്ടാകണം, കാര്യബോധം ഉണ്ടാകണം. അല്ല എങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അവർ നിങ്ങളുടെ ആവലാതികളൊക്കെയും മക്കൾക്ക് വേണ്ടി ഒന്നും കരുതി വച്ചിട്ടില്ല എന്നതാണെങ്കിൽ, കരുതി വെച്ചവർ മക്കളുടെ കരുതലൊക്കെയും നിങ്ങൾ കരുതി വെച്ച മുതലിൽ മാത്രമായാൽ കരുതി വെച്ചവർ തെരുവിലാകുമെന്ന ബോധ്യം ഉണ്ടാകണം. എങ്ങനെ? നിങ്ങളുടെ ആവലാതികളൊക്കെയും മക്കൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ല എന്നതാണെങ്കിൽ ആ മക്കളുടെ കരുതലൊക്കെയും നിങ്ങൾ കരുതി വെച്ച മുതലിൽ മാത്രമായാൽ കരുതി വെച്ച നിങ്ങൾ തെരുവിലാകും. 14 വയസ്സുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ലിബറലിസം എത്രയാണ് ഇന്ന് കുട്ടികളെ കാർന്നു തിന്നെന്നുള്ള ചിന്ത ഉണ്ടാകാൻ വേണ്ടി മാത്രം പറയാണ്. കുട്ടികൾ കുറവാണല്ലോ ഇവിടെ, എന്നാലും പറയാം. രക്ഷിതാക്കളാണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. ആ കുട്ടി ചോദിച്ചത്, എൻ്റെ മാതാപിതാക്കൾ അവരുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പരസ്പരം ബന്ധപ്പെട്ടു, അതിൻ്റെ ഉൽപ്പന്നമായിട്ട് ഞാൻ ഉണ്ടായി. ഈ കാരണം കൊണ്ട് ജീവിതകാലം മുഴുവൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ എന്തിനു നന്മ ചെയ്യണം, എന്തിനു ഞാൻ അവരെ അനുസരിക്കണം, എന്തിനു ഞാൻ അവരെ പരിപാലിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ യൗവനവും ഒക്കെ അവർക്ക് വേണ്ടി എന്തിനു ഞാൻ ത്യജിക്കണം. ദീൻ കൊണ്ടല്ലാതെ നമുക്ക് എന്തോ മറുപടി വിഷയത്തിൽ പറയാൻ പറ്റുക? ഇതാണ് ലിബറൽ ചിന്താഗതി നമ്മുടെ മക്കൾക്കുള്ളിൽ കൊത്തിവെക്കുന്ന സാധനം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കുക. ലിബറലിസം ഒരിക്കലും നമ്മുടെ കുട്ടികളെ ഉപയോഗിക്കാണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ലിബറലിസം ആണെന്ന് ആരും വക്താക്കളായി കണ്ട് പാഠപുസ്തകവും പാഠഭാഗം കൊണ്ട് പോകുന്നില്ല. നമ്മുടെ കുട്ടികൾ കാണുന്ന റീലുകളിൽ, അവർ വായിക്കുന്ന പുസ്തകങ്ങളിൽ, അവർ കാണുന്ന സിനിമകളിൽ, അവർ കേൾക്കുന്ന പാട്ടുകളിൽ, അവരെ പാഠപുസ്തകങ്ങളിൽ അവർ ഈ വർത്തമാനം നാനാഭാഗത്തുകൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ 6ാം നൂറ്റാണ്ടിലെ പ്രാകൃത ഗ്രന്ഥമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്നു. അതൊന്നും ഈ കാലത്തേക്ക് പറ്റിയതല്ല എന്നവർ ചിന്തിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ഏടുകളെടുത്ത് മറിച്ചു നോക്കാൻ അവർക്ക് ലജ്ജ തോന്നുന്നു. ഇസ്ലാമികമായ വേഷവിധാനങ്ങളുടെ പുച്ഛ മനോഭാവം സ്വീകരിക്കുന്നു. അവരുടെ ആഘോഷങ്ങൾക്കും ആനന്ദങ്ങൾക്കും എല്ലാം എതിരായി അവർ മതത്തെ കാണുന്നു. അതോടുകൂടി മതം അവർക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു ഭാഗമായി തീരുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ദീൻ കൊടുക്കേണ്ട. ചെറുപ്പം മുതലേ ദീനിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാവണം. എല്ലാവരും ആഗ്രഹിക്കണ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാവണം. ശരി, ഇതെവിടുന്ന കിട്ടുക? കാലിഫോർണിയയിൽ പോയാൽ സമാധാനം കിട്ടുമോ?
പാട്ട് കേട്ടാൽ, സിനിമ കണ്ടാൽ, ഊട്ടി പോയിരുന്നാൽ, ഒറ്റയ്ക്ക് യാത്ര പോയ സമാധാനം കിട്ടുമോ? കുറച്ചു നേരം കിട്ടുമായിക്കാരം. ലഹരി ഉപയോഗിക്കുന്ന ആ വസ്തു ഉറക്കം മറക്കണ മാതിരി കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ജീവിതത്തിന്റെ ഉടനീളം നീണ്ടു നിൽക്കുന്ന സന്തോഷവും സമാധാനവും കൂടിയാണ്. പടച്ചോൻ നമ്മളെ നാവോടാണ് പറയിപ്പിക്കുക, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. അല്ലാഹുവേ, നീയാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്റെ അടുത്ത് നിന്നേ രക്ഷയുള്ളൂ, വേറെ ഒടുന്നില്ല. അള്ളയാണ് സമാധാനം തരണ്ടേ. അതിനുള്ള മാർഗം അള്ളാഹുവിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. നമ്മളുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അള്ളാഹിൻ്റെ ഒപ്പുണ്ടോ? ജീവിതം ഭയങ്കര തിരക്കില്ല, ഒന്നിനും സമയമില്ല, ജമാഅത്തിനൊന്നും കിട്ടാത്ത എന്താ, ഭയങ്കര തിരക്കാണ്. തിരിച്ചാലോചിച്ചു, ഞാൻ ജമാഅത്തുകൾക്ക് സമയം കണ്ടെത്താത്തത് കൊണ്ടാണോ എൻ്റെ ജീവിതം ഇങ്ങനെ കുടുസായത്? ഖുദ്സിയായ ഹദീസ് അല്ലാഹു പറഞ്ഞ വർത്താനുണ്ട്, യബ്ന ആദം, ആദമിന്റെ പുത്ര, മനുഷ്യ, തഫറഅ ലി ഇബാദതി, നീ എന്നെ ആരാധിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്ക്, എനിക്ക് വേണ്ടി സമയം കണ്ടെത്ത്, എന്നെ ആരാധിക്കാൻ വേണ്ടി സമയം മാറ്റിയേക്ക്. അങ്ങനെ മാറ്റി വെച്ചാൽ നിന്റെ മനസ്സിൽ ഞാൻ ധന്യത നിറച്ചു തരും, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ നീക്കിത്തരും. നീ അങ്ങനെ ചെയ്തിട്ടില്ലേ, അടുത്ത അള്ളാന്റെ വരി, നിന്റെ കൈകൾ ഞാൻ ജോലികളെ കൊണ്ട് നിറക്കും, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ പരിഗണിക്കുകയേയില്ല. അവനാൻ ജീവിതത്തിൽ ഇങ്ങനെ ആ ഹദീസ് കൊണ്ടുവന്നോളി, എവിടെ എനിക്ക് പാടണമെന്നുള്ളത്. ജീവിതത്തിൽ ദീനുണ്ടോ, സന്തോഷമുണ്ടോ, സമാധാനം ഉണ്ടോ, എല്ലാ മേഖലയിലും ഉണ്ടാവും. ഒന്നാമത്തെ മേഖല കുടുംബത്തോളി. നമ്മൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക എന്താ? ബാപ്പയും ഇമ്മയും മക്കളും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും ഇമ്മയും മക്കളും എല്ലാവരും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുക. ഇതാണ് കുടുംബത്തിലുള്ള സമാധാനം. ഇതുണ്ടാവാൻ ബേസ് എന്താ? ദീനുണ്ടാവണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ഒരു മാന്യനല്ലാതെ തൻ്റെ ഭാര്യയെ ആദരിക്കയില്ല. നിങ്ങളിൽ ഖിയാറുക്കും ഖിയാറുക്കും ലിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് നിങ്ങളുടെ ഇണകളോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് എന്ന് മനസ്സിലാക്കിയൊരു ഭർത്താവ്. എൻ്റെ മുമ്പിലുള്ളത് ദുനിയാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയൊരു ഭർത്താവ്. ആ ഭർത്താവ് ഭാര്യയുടെ പദവിയും മഹത്വവും മനസ്സിലാക്കി ഭാര്യയുടെ ഏറ്റവും മാന്യമായത് മാത്രം വർത്തമാനം പറയണമെങ്കിൽ അയാൾക്ക് ദീൻ വേണം. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ അനുവാദമെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന് വേണ്ടി സുജൂദിനെ കൽപ്പിക്കുമെന്ന് റസൂൽ പഠിപ്പിച്ച മനുഷ്യനാണ് എൻ്റെ മുമ്പിലുള്ളത്. ആ ഭർത്താവിന്റെ തൃപ്തിയിലാണ് എൻ്റെ തൃപ്തി, എൻ്റെ റബ്ബിന്റെ തൃപ്തി എന്ന് മനസ്സിലാക്കി അയാൾ എൻ്റെ സ്വർഗമുള്ള മനസ്സിലാക്കുന്ന ഭാര്യ ഭർത്താവിന് ഇഷ്ടങ്ങൾക്കൊത്ത് മുന്നോട്ട് പോകും. വീട്ടിലേക്ക് കയറി വരുന്ന ഒരു മരുമകൾ, നീ എനിക്ക് മറ്റൊരു മകനാണ്, നീ എനിക്ക് മറ്റൊരു മകളാണ് എന്ന് പറഞ്ഞ് സ്വന്തം മകളെപ്പോലെ മകനെപ്പോലെ കാണാൻ പഠിക്കുന്ന മാതാപിതാക്കൾ. അതെൻ്റെ ഉമ്മയല്ലെങ്കിലും എൻ്റെ ബാപ്പയല്ലെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും ബാപ്പയുമാണ്, എൻ്റെ മാതാപിതാക്കളെ പോലെ ഞാൻ പരിഗണിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുന്ന മരുമക്കൾ ഉണ്ടാവുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളുടെയും കാരണം എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കുന്ന മക്കൾ ഉണ്ടാവുക എന്നുള്ളത്. എൻ്റെ ഉമ്മയുടെ ഉദരത്തിലൂടെ പുറത്തു വന്ന എന്നെ പോലെ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും, അവരോട് ഞാൻ ഏറ്റവും മാന്യമായി പെരുമാറണം, അതിൽ എനിക്ക് ഹൈറുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സഹോദരങ്ങൾ ഉണ്ടാവുക ദീനിൽ മാത്രം. ദീനില്ലെങ്കിൽ നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കി. കുടുംബങ്ങൾ എന്തേ കാരണം? പരസ്പരം ബഹുമാനിക്കുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാർ ആദരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, പ്രണയിക്കുന്നില്ല, അഭിഹിതമായ ബന്ധങ്ങൾ കൊണ്ടുനടക്കുന്നു. എന്തുകൊണ്ട്? ദീനില്ലാത്തോണ്ട്. എൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും മാത്രം ഞാൻ അമ്മയും ബാപ്പയായിട്ട് പരിഗണിക്കുള്ളൂ, ബാക്കിയൊന്നും എനിക്കാരുമില്ല എന്ന് മരുമക്കൾ പറയാൻ തുടങ്ങിയ അനിസ്ലാമികമാണ് വർത്തമാനം, ദീനില്ലായ്മയാണ്, അസമാധാനമാണ്. ഞാൻ പ്രസവിച്ചവളെ മാത്രമേ ഞാൻ മകളായിട്ട് കാണുന്ന അമ്മായും പറയാൻ തുടങ്ങിയാൽ അതോടുകൂടി ആ കുടുംബം തകർന്നു. എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം, എനിക്ക് തോന്നിയ പോലെ മക്കൾ തീരുമാനിക്കാൻ തുടങ്ങി, അതോടുകൂടി തകർന്നു എല്ലാം. ദീനുണ്ടോ, നമ്മൾ ദീനിലുണ്ടോ, നമ്മൾക്ക് സന്തോഷമുണ്ട്, നമ്മൾക്ക് സമാധാനമുണ്ട്, നമ്മൾക്ക് സായുജ്യമുണ്ട്, നമ്മൾക്ക് സംതൃപ്തിയുണ്ട്. പരീക്ഷണങ്ങൾ വരികയാണ്, രോഗം വരികയാണ്, ബുദ്ധിമുട്ട് വരികയാണ്. ശരി, ഞാൻ ദിവസവും സ്ഥിരമായിട്ട് ജമാഅത്തിന് പള്ളിയിൽ പോയി മനുഷ്യനാണെന്ന് കരുതുക.
ഞാൻ കിടപ്പിലായി. സാരല്ല, മുസാഫിറിനും മരീദിനും, അയാൾ യാത്രയിലാകട്ടെ രോഗിയാകട്ടെ വീട്ടിൽ കിടപ്പിലാണെങ്കിലും അയാൾ അവിടെ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് ജമാഅത്തിന്റെ തത്തുല്യമായ പ്രതിഫലമുണ്ട് അയാളുടെ ആരോഗ്യാവസ്ഥയിൽ പള്ളിയിൽ പോയതുകൊണ്ട്. എങ്കിൽ എനിക്കെന്തിനാ പേടി? രോഗിയായി വേദന കൊണ്ട് ഞാൻ പുളയുന്നുണ്ട്, പക്ഷേ എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിനൊരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടാൽ ഫൽ യുസിബ് മിൻഹു, അവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. എന്റെ വേദനകൾ എന്റെ പാപങ്ങളുടെ മോചനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് വിശ്വാസിക്ക് മനസ്സിലേക്ക് വരും. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ കടന്നു വന്നേക്കാം. ഉമ്മയുടെ മരണം, ബാപ്പയുടെ മരണം, ഇണയുടെ മരണം, മക്കളുടെ മരണം. ശരി, എനിക്കു പരീക്ഷണമാണിത്, ഇതെനിക്കു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഞാൻ തോറ്റുപോകില്ല. ഒരു വാപ്പാന്റെ മകൻ മരിച്ചു. ആ വാപ്പാന്റെ മകൻ മരിച്ചാൽ അള്ളാഹു മലക്കളോട് പറയും, ഖബ്ളത്തും വലദ അബ്ദി, നിങ്ങൾ എന്റെ അടിമന്റെ പുത്തനെടുത്തോ? മലക്കൾ പറയും, അതെ, ഞങ്ങൾ ആ വാപ്പാന്റെ മകൻ എടുത്തു. അള്ളാന്റെ അടുത്ത വരി എന്താ അറിയോ? ഖബ്ളത്തും സമറത്ത ഫുആദിഹി, നിങ്ങൾ ആ പറിച്ചുകൊണ്ട് പോകുന്ന എന്താ നിങ്ങൾക്കറിയോ? ആ വാപ്പാന്റെ കരലിന്റെ കഷ്ണം. മലക്കൾ പറയും, അതെ, ശരിയാ. അള്ളാന്റെ അടുത്ത ചോദ്യം, മാതാ കാല അബ്ദീന, എന്റെ അടിമ എന്താ പറഞ്ഞേ? എങ്ങനെയാ പ്രതികരിച്ച വാപ്പ അതിനോട്? ആകെ എന്നെ ചീത്തറിനോ, കുറ്റം പറഞ്ഞോ? ആകെയുള്ള മകനാണ്, എന്തിനാ കൊണ്ടുപോയത് ചോദിച്ചോ? ഹമീദക്ക റബ്ബേ, അവൻ നിന്നെ സ്തുതിച്ചു. അവന്റെ കുഞ്ഞിന്റെ മരണവാർത്ത കേട്ടപ്പോ അവൻ നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വസ്തർജഅക, ഇസ്തിർജായി ചൊല്ലി റബ്ബേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എപ്പോ? ഒരാഴ്ച കഴിഞ്ഞപ്പോഴല്ല, ഉടനെ. സബ്ർ വേണ്ടത് ഇന്ദ സ്വദമത്തിലൂല, അതിന്റെ ആഘാതമുണ്ടായ ഉടനെ വേണം. അപ്പൊ അള്ളാന്റെ മറുപടി, ഇബ്നൂലി അബ്ദി ബൈത്തം ഫിൽ ജന്ന, ആ വാപ്പാക്കുന്ന സ്വർഗത്തിൽ വീടുണ്ടായി കൊടുക്കിട്ടോ. ആ വീടിനെ ബൈത്തുൽ ഹംദ് എന്ന് വിളിക്കണം കേട്ടോ എന്ന് റിയാദുസ് സ്വാലിഹീൻ ഹദീസ് നമുക്ക് കാണാം. അപ്പൊ മകന്റെ മരണവാർത്ത വരികയാണ്. ശരി, സാരല്ല, അള്ളാഹ് പരീക്ഷിക്കല്ലേ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, പിന്നെ മഹാനായ താബി പണ്ഡിതൻ ഉർവത്തുബ്നു സുബൈർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ 4 കാലിൽ ഒരു കാല് ഒട്ടകത്തിന്റെ കുളമ്പ് കൊണ്ട് ആ കാല് രോഗം വന്ന് പിന്നെ ആ കാല് മുറിച്ചു മാറ്റി. അദ്ദേഹത്തിന്റെ 4 ആൺമക്കളിൽ ഒരു ആൺകുട്ടി പിന്നെ മരണപ്പെട്ടു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്ന കുടുംബാംഗങ്ങൾ അദ്ദേഹം കൊടുക്കുന്ന വർത്തമാനങ്ങൾ ഇങ്ങനെയാണ്: അല്ലാഹു എനിക്ക് 4 ആൺമക്കളെ നൽകി, ഒന്നു മാത്രം തിരിച്ചെടുത്തു. അല്ലാഹു എനിക്ക് 4 അവയവങ്ങൾ നൽകി, ഒന്നു മാത്രം തിരിച്ചെടുത്തു. അല്ലാഹു ആണേ സത്യം, അവൻ കൊണ്ടുപോയതിനേക്കാൾ ബാക്കിയാക്കിയതാണ് കൂടുതൽ. അവൻ എന്നോട് കാണിച്ച കാരുണ്യം അതിവിശാലമാണ്. ദീമാനുള്ള മനസ്സെന്ന് മാത്രമേ അത് വരുള്ളൂ. നമ്മൾ ആരും ഇവിടെ ശാശ്വതമായ കാലഘട്ടം ജീവിക്കാൻ വന്ന ആൾക്കാരല്ല. പരീക്ഷണങ്ങൾ ഉണ്ടാവും. വയനാട് നമ്മോട് വിളിച്ചു പറയുന്ന വർത്തമാനങ്ങളും അതാണ്. ഈ ഭൂമി സ്ഥിരവാസത്തിനുള്ള ഒന്നല്ല. ഇത് അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു പ്രശ്നവും പറ്റാത്ത, ഒരു കുലുക്കവും പറ്റാത്ത, ഒരു തകർച്ചയും പറ്റാത്ത രൂപത്തിൽ അള്ളാഹുവിന് വേണമെങ്കിൽ സൃഷ്ടിക്കാം. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല ഭൂമിയെ സംവിധാനിച്ചത്. അത് നമ്മൾക്ക് നൽകേണ്ട ഒരു പാഠമുണ്ട്. ഈ ഭൂമിക്ക് ഏതു സമയത്തും തകർച്ചകൾ വരാം. ഇവിടെ വിപത്തുകൾ ഉണ്ടാകാം, ഇവിടെ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകാം, ഇവിടെ പിന്നെ ഉരുൾപൊട്ടലുണ്ടാകാം, പ്രളയമുണ്ടാകാം. അങ്ങനെയുള്ള ഒരു ഭൂമിയോട്, അങ്ങനെയുള്ള ഒരു ദുനിയാവിനോട് എനിക്ക് അമിതമായ ഭ്രമം, അമിതമായ ഇഷ്ടം, അമിതമായ സ്നേഹമുണ്ടാകേണ്ടതില്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയേക്കാം. ഈ ദുനിയാവിനോട് നമ്മൾ കൂടുതൽ അറ്റാച്ച് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ് അത് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. മലീ വലിദുനിയ, ദുനിയാവുമായിട്ട് എനിക്ക് എന്തു ബന്ധമുണ്ട്? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഒരു മുസാഫിർ, യാത്രികനല്ലാതെ മറ്റാരാണ്? ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ, ഞാനിങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പം വിശ്രമിച്ചു. സുമ്മ റാഹ വ തറക്കഹ, പിന്നെ ആ മരം ഉപേക്ഷിച്ച്, തണൽ ഉപേക്ഷിച്ച് യാത്ര പോയവനെ പോലെ ഈ ദുനിയാവിൽ ഞാൻ കുറച്ചു കാലമുണ്ട്, ഇത് വിട്ടേച്ചു ഞാൻ പോകും എന്ന ചിന്ത ഒരു വിശ്വാസിക്ക് സദാസമയത്തും ഉണ്ടാകണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചേ. ആ പ്രവാചകന് ഉടനീളം പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? പ്രവാചകന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിലുണ്ടാകുന്ന കുട്ടിയായി ഇബ്രാഹിം. 7 മക്കളിൽ
ഉണ്ടായ ആൺമക്കളൊക്കെ മരണപ്പെട്ട് പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് റസൂലുള്ളാഹിക്ക് ജനിക്കുന്ന കുട്ടിയാണ്, മാരിയത്തുൽ ഖിബ്തിയയിൽ റസൂലുള്ളാഹിക്ക് ലഭിക്കുന്ന കുട്ടിയാണ് ഇബ്രാഹിം എന്ന മകൻ. ഹദീസുകളിലും സീറ ഗ്രന്ഥങ്ങളിലും എല്ലാം ആ വൈകാരികമായ ബന്ധത്തെക്കുറിച്ച് നമ്മൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അന്നത്തെ രീതി അനുസരിച്ച് ഇബ്രാഹിം എന്ന കുട്ടിയെ റസൂലുള്ളാഹി ഇങ്ങനെ ഒരു സ്ത്രീയെ ഏൽപ്പിക്കുകയാണ് മുല കുടിപ്പിക്കാനൊക്കെ വേണ്ടി. അവിടെ വെച്ച് ആ കുട്ടി പിന്നെ രോഗിയാവുകയാണ്. റസൂലുള്ളാഹി ആ കുട്ടിനെ കാണാൻ പോകുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ. പ്രവാചകനെത്തുമ്പോൾ ഇബ്രാഹിം എന്ന കുട്ടി വേദന കൊണ്ട് പൊളയുക. റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. പ്രവാചകന്റെ കയ്യിൽ കിടന്നുകൊണ്ട് പിടഞ്ഞ ആ കുട്ടി അള്ളാഹുവിലേക്ക് യാത്രയായി. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. കൂടെയുള്ള സ്വഹാബാക്കൾ ചോദിക്കുന്ന റസൂലെ, നിങ്ങൾ കരയണോ? കരയരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച താങ്കൾ കരയാണോ റസൂല കൊടുക്കുന്ന മറുപടി, എൻ്റെ ഉള്ളകം പൊള്ളുന്നുണ്ട്, എൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ട്, എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊരു വർത്തമാനം എൻ്റെ നാവിലൂടെ പുറത്തു വന്നിട്ടില്ല. അവൻ്റെ വിധിയിൽ ഞാൻ അതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ജീവിതം അല്ലാഹ് തന്നതാണ് എന്നും നമ്മുടെ മക്കളെയും അള്ളാഹു നൽകിയതാണ് എന്നും ഞാൻ എൻ്റെ ഉടമയുടെ അടിമയാണ് എന്ന ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ എവിടെയും നമ്മൾ തകരൂല. തകർച്ചകളിലും അല്ലാഹ് കൂടെയുണ്ട്. സബർ എന്ന് പറഞ്ഞാൽ എന്താ? കരയാതിരിക്കലും, ഉള്ളുപിടയാതിരിക്കലും, വിങ്ങിപ്പൊട്ടാതിരിക്കലും, കൈകാലുകൾക്ക് തളർച്ച ബാധിക്കാതിരിക്കലും ഒന്നുമില്ല. പടച്ചോനെ, നിന്റെ തീരുമാനമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ എനിക്ക് നല്ലതേ വരുത്തൂ എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. നിന്റെ തീരുമാനം ഞാൻ തൃപ്തി രേഖപ്പെടുത്തുന്നു. നിനക്കിഷ്ടമല്ലാത്ത ഒന്ന് എൻ്റെ നാവിലോ മനസ്സിലോ കടന്നു വരാതിരിക്കുന്നു. ഇത് ഞാൻ സബർ എന്ന് പറയാം. ഈ സബർ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ. ഞാനും എൻ്റെ കുടുംബവും ദീനിയാണെങ്കിൽ എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ മരണപ്പെട്ടു പോയാലും അല്ലാഹുവേ, നീ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഓഫർ, നിന്റെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്നാണ് റബ്ബേ. എനിക്ക് പിന്നെന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ വിശ്വാസിക്ക് പറ്റും. പക്ഷെ ഇതൊക്കെ ദീനില്ലാത്തൊരു കുടുംബത്തിലാണെങ്കിലോ രോഗം വന്നു പഴിക്കും. എന്തിനാ അത്? ആകെ ഇടങ്ങേറ്, ബുദ്ധിമുട്ട്, അത് ഇത്, മരണങ്ങൾ സംഭവിക്കും, കുറ്റബോധങ്ങൾ, ബർക്കത്തില്ല, നമ്മളെന്താ അങ്ങനെ, നമുക്ക് പഠിച്ചോണ്ട് നമുക്ക് സ്നേഹമില്ല, ഇത്തരം വർത്തമാനങ്ങൾ കടന്നു വരും. സാമ്പത്തികമായ രംഗത്തോളം നമ്മൾ ഒറ്റ കാര്യം ഉറപ്പിച്ചാൽ മതി. അള്ളാഹ് ഹറാമാക്കിയ ₹1 എൻ്റെ പോക്കറ്റിലേക്ക് വരികയോ എൻ്റെ പോക്കറ്റിൽ നിന്ന് അള്ളാഹ് ഹറാമാക്കിയ മാർഗം ₹1 ചെലവഴിക്കുകയോ ചെയ്യുക തീരുമാനിച്ചാൽ മതി. പിന്നെ ഒരു പ്രശ്നമല്ലല്ലോ. സ്വഹാബ വനിതകൾ തൻ്റെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ അവർ പറഞ്ഞ വർത്തമാനം, കുന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ പട്ടിണി സഹിക്കാൻ റെഡിയാ, സഹിച്ചോളാം ഞങ്ങൾ. വലാ നസ്ബിറു അലന്നാർ, പക്ഷെ നരകത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂലട്ടോ. പണി ഉണ്ടെങ്കിൽ ഹലാലായിട്ട് മാത്രം സമ്പാദിച്ച് ഈ വൈക്ക് വന്നാൽ മതി. അള്ളാഹ് ഹറാമാക്കി ഒരു വറ്റ് ഞങ്ങളെ കൊണ്ട് തീറ്റിപ്പിക്കലെന്ന് പഠിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു, ഉപദേശിച്ചു വിട്ടു ഭാര്യമാർ. അത്തരം ഭാര്യമാർ നമ്മുടെ വീട്ടകങ്ങളിൽ പുനർജനിച്ചാൽ സമാധാനം, സന്തോഷം ഉണ്ടാവും. പലപ്പോഴും മനുഷ്യർ കുറെ ആഗ്രഹിച്ചുണ്ടാക്കിയ വീട്ടിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തതേ വീട് ചെറുതായതുകൊണ്ടൊന്നല്ല. അയൽപ്പക്കത്തെ വീടൊന്ന് വലുതായപ്പോൾ, മതിലൊന്ന് ഉയർന്നപ്പോൾ, കാറൊന്ന് മാറ്റിയപ്പോൾ, ഫ്രിഡ്ജൊന്ന് വലുതാക്കിയപ്പോൾ നമ്മളെ വിടുന്ന ഒരാളിങ്ങനെ പറയാൻ തുടങ്ങി, നമുക്ക് വേണ്ടേ, റെഡിയാക്കണ്ടേ, ഒപ്പിച്ച് നിൽക്കണ്ടേ, പൈസ ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താ വട്ടി പലിശ കിട്ടൂലേ, കടം കിട്ടൂലേ, ലോണ് കിട്ടൂലേ. സ്വൈര്യവും സമാധാനം ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങി. അന്നത്തോടു കൂടി ഈ മനുഷ്യന്റെ ഉറക്കവും പോയി. അവസാനം പഴഞ്ചൊല്ല് പറയണ മാതിരി കടം വാങ്ങി വീട് വെച്ചു, വീട് വിറ്റു കടം വീട്ടുന്ന അവസ്ഥയ്ക്ക് എത്തി. ഈ അവസ്ഥ ഉണ്ടാവാതെ നമ്മളെ വീട് അടിയിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഒപ്പിച്ച് പോകാം എന്ന് പറയുന്ന ഒരാൾ കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബത്തിൽ സമാധാന സന്തോഷം ഉണ്ടാവും. സുബഹിക്ക് എഴുന്നേൽക്കുന്ന മക്കളും ഭാര്യ ഭർത്താക്കന്മാരും ഉണ്ടാവുക, പള്ളിയിലെ കുടുംബസമേതം ഭർത്താവും ആൺകുട്ടികളൊക്കെ പോവുക, ഒരുമിച്ച് വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ ഉണ്ടാവുക. അതിന്റെ അപ്പുറം കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുന്ന കാഴ്ച എന്താ? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ. ആ ഖുർറത അയ്യുൻ കിട്ടുന്ന ദുനിയാവിലാട്ടോ, പരലോകത്തല്ല. ആ ദുനിയാവ് കിട്ടും. അവനവന്റെ കുടുംബം ദീനിയായി ജീവിക്കണ കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നൊരു സന്തോഷവും സമാധാനവും ഉണ്ട്.
എൻ്റെ മക്കളെ വിഷയം എനിക്ക് ബേജാറില്ല എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ മക്കൾ മാറുന്ന കാണുമ്പോൾ ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവുന്ന ആ സായുജ്യത്തിൻ്റെ പേരാ ഖുർറത്ത് അയ്യുൻ. ഇനി ചെറുപ്പം മുതലേ മക്കളെ മനസ്സിക്ക് അല്ലാഹ് എന്നുള്ള ബോധ്യാണ് കയറ്റി കൊടുക്കണം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. സൂറത്തുൽ ലുഖ്മാൻ അദ്ദേഹം ഇങ്ങനെ മകനെ ചേർത്ത് വിളിച്ചു കൊടുക്കുന്ന ഉപദേശമുണ്ട്. പൊന്നു മോനെ എന്നാ വിളിക്കണേ, പൊന്നു മോനെ. എൻ്റെ കുട്ടി ഒരണുവിൻ്റെ തൂക്കം തിന്മ ചെയ്തിട്ട് ആ തിന്മ എൻ്റെ കുട്ടി ഏതെങ്കിലും പാറക്കല്ലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഔഫിസ് സമാവാത്ത്, അതെൻ്റെ കുട്ടി ആകാശങ്ങൾക്കുള്ളിൽ എവിടെ കൊണ്ടുപോയി മറപ്പിച്ചെക്കാൻ ശ്രമിച്ചാലും ഔഫിൽ അർദ്, ഇനി ഭൂമിയിൽ എവിടെയാണെങ്കിലും യഅതി ബിഹല്ലാ, ഓനെ പടച്ചോ അതിനെ കൊണ്ടുട്ടോ എന്നിങ്ങനെ അവനാന്റെ മക്കൾക്ക് നമ്മളൊക്കെ എത്ര ഉപദേശം കൊടുത്തെന്ന് വെറുതെ ആലോചിക്കേണ്ട വേണം. മക്കളെന്താ ഭാവിയിൽ ഓർക്കേണ്ട? നിങ്ങൾ മരിച്ചുപോയാ രാവിലെ 7 മണിക്ക് ജോലിക്ക് പോയി രാത്രി 10 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന വാപ്പാനങ്ങളോ മക്കളോ ഓർക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാവിലെ 5 മണിക്കോ 4 മണിക്കോ അടുക്കളയിലേക്ക് ഇറങ്ങി രാത്രി 10-11 വരെ അടുക്കളയിൽ ഇങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനാകുന്ന ഉമ്മാനെ മക്കൾ ഇങ്ങനെ ഓർക്കും തോന്നുന്നുണ്ടോ? മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം, മക്കൾക്ക് നിങ്ങളുടെ സമയം കൊടുക്കണം, മക്കൾക്ക് നിങ്ങളുടെ സാമീപ്യം കൊടുക്കണം, തലോടൽ കൊടുക്കണം, ചേർത്തുപിടിക്കൽ കൊടുക്കണം, ചുംബനങ്ങൾ കൊടുക്കണം. ഇതൊക്കെയും അന്യമായി കൊണ്ടിരിക്കുന്നു. സംസാരിക്കാൻ നമുക്ക് നേരല്ല. ശരി, അവനാൻ്റെ മൊബൈലെടുത്ത് സെറ്റിങ്സ് പോയി കണ്ട് ഒന്ന് അവനാൻ്റെ മൊബൈലിൻ്റെ ഡ്യൂറേഷൻ നോക്കി, ആ സമയം ഒന്ന് എടുത്തു നോക്കി, യൂസേജ് നോക്കി, എത്ര മണിക്കൂറാ? നമ്മളെ കുട്ടിനോടോ എത്ര പ്രശ്നങ്ങളുണ്ട്. എത്രയോ മക്കൾ മനസ്സുകൊണ്ട് നാടിട്ട് പോയ ആൾക്കാരുണ്ട്. മനസ്സുകൊണ്ടാ പോയത്, ശരീരം കൊണ്ട് പോയിട്ടില്ല എന്നുള്ളൂ. നമ്മളെ കുട്ടികളെ മനസ്സ് വായിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൃത്യമായി ഗൈഡ് ലൈൻ കൊടുത്തിട്ടില്ല എങ്കിൽ അപകടത്തിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയൊക്കെ ഒരുപാട് അധികം. പക്ഷേ അല്ല, മറ്റൊരിക്കലൊക്കെ ആ വിഷയം നമുക്ക് സംസാരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദീനിലുണ്ടോ നമ്മൾക്ക് സമാധാനമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾക്ക് തൗഹീദ് ഉണ്ടാവണം, ഷിർക്കിലേക്ക് കടന്നു പോകാതിരിക്കണം. ഷിർക്കിൻ്റെ ഗൗരവം നമ്മുടെ കുട്ടികൾ അതീവ ഗൗരവത്തോടു കൂടി നമ്മൾ പഠിപ്പിക്കണം. ഇവിടെ പല മതപ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ വിഭിന്നമാകുന്നുള്ള വിഷയം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. അത് ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. കുടുംബത്തിൽ വീട്ടിൽ തൗഹീദ് ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകണം. വിദേഹത്തിന്റെ ഗൗരവം, കുഫറിന്റെ തീവ്രത ഒക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മൾക്ക് തഖ്വ ഉണ്ടാവണം. തഖ്വ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെപ്പോഴും കേൾക്കണ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞാൽ അതിനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ, ആ ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞാൽ അയ്യുതാഅ ഫലാ യുഅസാ, അള്ളാഹുവിനെ അനുസരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കലുമാണത്. വയുദ്കറ ഫലാ യുൻസ, അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കലും മറക്കാതിരിക്കലുമാണത്. വയുഷ്കറ ഫലാ യുക്ഫർ, അള്ളാഹുവിനോട് നന്ദി കാണിക്കലും നന്ദികേട് കാണിക്കാതിരിക്കലുമാണത്. ഇത് അവനവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു കവി പാടിയില്ലേ, ഖല്ലിദ്ദുനൂബ സഗീറഹാ വകബീറഹാ ഫഹുവ തുഖാ, നീ ചെറിയ പാപങ്ങളെയും വലിയ പാപങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കണം, അതിന്റെ പേരാണ് തഖ്വ. മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ ജാഗ്രതയോടെ സഞ്ചരിക്കുന്നവനെ പോലെ നീ ആകണം. ജീവിതത്തിൽ തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സദാസമയത്തും ഓർത്തുകൊണ്ടിരിക്കലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മറക്കാതെ മുന്നോട്ട് പോകാൻ കഴിയലുമാണ് ഒരു തഖ്വ. അവനാണ് മുത്തഖി. നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അത് ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈദ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഹയ്യുൽ ഖയ്യൂമായ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ നന്നാക്കി തീർക്കണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, എൻ്റെ കണ്ണ് തുറക്കണ സമയത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങളെ നീ എന്നെ ഏൽപ്പിക്കരുതേ എന്ന്
നാം അള്ളാഹുവിനോട് വർത്തമാനം പറയുന്നുണ്ട്. എനിക്കു ഞാൻ മതി എന്ന തോന്നൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾക്ക് വന്നാൽ അതോടുകൂടി നമ്മൾ തകരും. നമ്മൾക്ക് നമ്മൾ പോരാ. എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം നമ്മൾക്ക് ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിർ 15-ാമത്തെ വചനം അള്ളാഹ് പറയുന്ന വർത്തമാനം യാ അയ്യുഹന്നാസ്. അള്ളാഹ് വിളിക്കണത് അള്ളാഹ് സൃഷ്ടിച്ച എല്ലാ മനുഷ്യരോടുമാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്ത് അള്ളാഹുവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. വല്ലാഹു ഹുവൽ അനിയുൽ ഹമീദ്, അള്ളാഹു മാത്രമാണ് കേട്ടോ സ്വയം പര്യാപ്തനും സ്തുത്യർഹനും. അള്ളാഹ് തന്നെ വേണം. നമ്മൾ എന്തിനാ അഊദു ബില്ലാ എന്നൊക്കെ പറയണേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞ് എത്ര പ്രാർത്ഥന റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചേ. എന്താ അതിൻ്റെ ഉദ്ദേശം? അത് വെറുതെ ഒന്നല്ലല്ലോ. അല്ലാഹുവേ, എനിക്ക് നിന്റെ സഹായം എപ്പോഴും ആവശ്യമുണ്ട്. എനിക്ക് നിന്റെ കരുതൽ, നീ നൽകുന്ന സുരക്ഷ, നീ നൽകുന്ന അഭയം, നീ നൽകുന്ന കാവൽ എനിക്ക് സദാസമയത്തും വേണം. അതിനു ഞാൻ എപ്പോഴും ആവശ്യക്കാരനാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള അഭൗതികമായ നിന്റെ സഹായം എനിക്ക് സദാസമയത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കണം റബ്ബേ. ഞാനൊന്നുമല്ല. നിന്റെ കരുതലില്ലെങ്കിൽ, നിന്റെ കാവലില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. അതുകൊണ്ട് നീ എനിക്ക് എപ്പോഴും അഭയം നൽകണേ എന്ന് പ്രാർത്ഥിക്കണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുമര് ദേഹത്തേക്ക് ഇടിഞ്ഞ് വീഴുന്നതിന് തൊട്ട്, മുങ്ങി മരിക്കുന്നതിന് തൊട്ട്, ഉദര രോഗത്തെ തൊട്ട്, പല വിഷയത്തോട്ടും റസൂൽ അഭയം തേടി. നിസാരമായ മൈന്യൂട്ടായ വിഷയങ്ങളെക്കുറിച്ച് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഹദീസിൽ വന്ന ഉടനീളം പ്രാർത്ഥന നിസാരമല്ല എന്ന ബോധ്യമുണ്ടാകണം. നമ്മൾ ബിസ്മില്ലാ എന്ന് പറയും, ബസ്മല എന്ന അറബിയിൽ പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. നമ്മളൊരു നല്ല കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ഈ വർത്തമാനം നമ്മുടെ നാവിലൂടെ ദിക്റുകളായിട്ട് പറയുന്നുണ്ട്. എന്താ കൊണ്ട് അർത്ഥാക്കണ്ടേ? അള്ളാഹു, ഇവിടെ പല മനുഷ്യരും അവരുടേതായ ദൈവസങ്കല്പങ്ങളെയൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ എനിക്ക് വിളിക്കാനുള്ളത്, എനിക്ക് ഓർക്കാനുള്ളത്, എനിക്ക് ആരംഭിക്കാനുള്ളത് നിന്റെ നാമത്തിൽ മാത്രം. നീയാണ് ഈ ഉലകത്തിൻ്റെ പടച്ചവൻ. നിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നു റബ്ബേ. നിന്റെ നാമത്തിൽ ഞാൻ ഇത് ആരംഭിക്കുന്നു റബ്ബേ. നിന്റെ എല്ലാ സഹായവും അനുഗ്രഹങ്ങളുടെ വർധനവും ഞാൻ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നു റബ്ബേ. അതിനാണ് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ കർമ്മം ആരംഭിക്കണ്ടേ. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. അത് മനസ്സ് തൊട്ടാണോ പറയലിന് എപ്പോഴും ആലോചിക്കണം. അല്ലാഹുവേ, നീ നൽകിയതിനും നീ നൽകാത്തതിനും നന്ദി. ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ചോദിച്ചതിലേറെയും അപകടമാണ് എന്ന് നീ എനിക്ക് പിന്നീട് മനസ്സിലാക്കി തന്നു. നീ നൽകാത്തതിനും നന്ദി. ഉള്ളിൻ്റെ ഉള്ളെന്നാവണം ആ വർത്താനം. ശുക്ർ പറയും നമ്മൾ. ആൾക്കാരൊക്കെ പറയും, മനസ്സ് തട്ടിന്നെ പറയും മനുഷ്യന്മാർ. പക്ഷെ അള്ളാഹോട് നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹ് തന്ന ഒരു അനുഗ്രഹത്തെ ഓർത്തോർത്തോർത്തോർത്ത് എത്രയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതെന്ന് വെറുതെ ആലോചിക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അല്ലാഹുവേ, നീ നൽകിയ അനുഗ്രഹങ്ങൾ അതെങ്ങാനും എണ്ണാൻ തുടങ്ങിയാൽ എണ്ണിത്തീരൂല എന്നുള്ള ആയത്ത് അദ്ദേഹം ആ ആയത്ത് മാത്രം സുബൈ വരെ ഓതി. ആ ആയത്ത് മാത്രം. അത്ര അല്ലാഹ് തന്ന അനുഗ്രഹങ്ങൾ ഓർത്തു. നമ്മൾ ആലോചിക്കണ്ടേ, വിശുദ്ധ ഖുർആൻ ഉടനീളം നമ്മൾ ആരെ പഠിക്കുന്നു, പക്ഷെ ഓതുന്നു, പക്ഷെ നമുക്ക് ഹലാവത്തുണ്ടോ? ഇൽമ കൊണ്ട് മാത്രം ഹലാവത്ത് ഉണ്ടാവുള്ളൂ. പഠിക്കണം, സമയം കണ്ടെത്തണം, ഒഴിഞ്ഞിരിക്കണം, അർത്ഥം മനസ്സിലാക്കണം, ആശയം മനസ്സിലാക്കണം. നമ്മൾക്ക് ഇഹ്സാൻ ഉണ്ടാവണം. തഖ്വ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവനെ ഓർത്ത് അവനെ നന്ദി കാണിച്ച് അവനെ ധിക്കരിക്കാതെ മുന്നോട്ട് പോകുന്നവൻ്റെ പേരാണ് മുത്തഖി. റോഡിലൂടെ അങ്ങനെ പോകുമ്പോൾ റോഡിൽ ഒരുപാട് ചളിയുണ്ട് എന്ന് കരുതുക. നമ്മുടെ ദേഹത്തെല്ലാം ചളി തെറിപ്പിച്ചല്ല നമ്മളെ പോവുക, മറിച്ച് ആ ചളിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും നമ്മുടെ ദേഹത്തേക്ക് അത് തെറിക്കാതിരിക്കാൻ നാം എടുക്കുന്ന സൂക്ഷ്മത, ജാഗ്രത, അത്രേ ഉള്ളൂ തഖ്വ. നമുക്ക് ദുനിയാവിലാണ് ജീവിക്കേണ്ടത്. ദുനിയാവിൻ്റെ കുറേ വൈബുകൾ, ആസ്വാദനങ്ങൾ അപകടങ്ങളായി ചളികളായി നമ്മുടെ മുമ്പിലുണ്ട്.
നമ്മൾക്ക് വേറെ ലോകത്ത് പോയി ജീവിക്കാൻ ആരോ പറഞ്ഞ യമനിൽ പോയിട്ട് മലന്റെ മുകളിൽ പോയി ജീവിക്കേണ്ട അതൊന്നുമല്ല മുസ്ലിം. പക്ഷേ ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോൾ ഈ ചളി, ഈ പാപത്തിന്റെ കറകൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. അതിന് നാം എടുക്കുന്ന സൂക്ഷ്മതക്ക് പറയുന്ന പേരാണ് തഖ്വ. ആ സൂക്ഷ്മതയുള്ളവന്റെ പേരാണ് മുത്തഖി. നമ്മൾക്ക് ഇഹ്സാൻ ഉണ്ടാവണം. റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, അൻ തഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്ക്, കന്നക തറാഹു, നിങ്ങൾ അള്ളാഹിനെ കാണുന്നുണ്ട് എന്നുള്ള പോലെ അള്ളാഹിനെ ആരാധിക്കുക. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നിങ്ങൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹ് നിങ്ങളെ കാണുന്നുണ്ട്. ഈ ഈമാൻ എന്താ? ഈമാൻ എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ ആ ഈമാൻ കാര്യങ്ങൾ ആരിലും വിശ്വസിക്കുക. ആരും നമ്മൾ കണ്ടിട്ടില്ല, ആരിലും നമ്മൾ വിശ്വസിക്കലാണ് ഈമാൻ. ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മലക്കുകളുണ്ട്, പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്, അള്ളാഹു ഉണ്ട്, അന്ത്യനാളുണ്ട്, നന്മ തിന്മകൾ കടന്നു അള്ളാഹുവിൽ നിന്നാണ്. അത് വിശ്വസിക്കലാണ്. എൻ്റെ യുക്തിക്കഥ മനസ്സിലായാലില്ലെങ്കിലും അതുണ്ട്. ആ യക്കീൻ നമുക്ക് വേണ്ടി. ഉസ്മാൻ അള്ളാനു സുബൈന്റെ സമയത്ത് ലക്ഷക്കണക്കിന് വില വരുന്ന സമ്പത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അള്ളാഹ് എനിക്ക് തന്ന ഓഫറാണ്, അള്ളാഹ് എനിക്ക് ഇരട്ടിയാക്കി തരും. അത് സംശയമല്ല, കിട്ടുമോ കിട്ടൂ എന്നുള്ള ഉറപ്പ്, സംശയത്തമല്ല, കിട്ടും, അള്ളാഹ് തരും. ആ ഈമാൻ നമുക്ക് വേണം. അള്ളാഹ് ഉണ്ട്, അള്ളാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ നടത്തം, എൻ്റെ ഇരുത്തം, എൻ്റെ ചിന്തകൾ, ഇതിനെ അള്ളാഹ് ഇങ്ങനെ ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ശരി, നമ്മൾക്ക് നന്മ ചെയ്യാനുള്ള പ്രചോദനവും തിന്മ ചെയ്യാതിരിക്കാനുള്ള പിടിവള്ളിയും അതാവണം. അള്ളാഹ് കാണുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യൂല. അള്ളാഹ് കാണുന്നുണ്ടല്ലോ, ആര് കണ്ടില്ലെങ്കിലും എനിക്ക് നന്മ ചെയ്യാൻ അള്ളാഹ് കണ്ടാൽ മതിയല്ലോ. ഇതാണ് ഇഹ്സാൻ. ഉമർലാന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഖദീസത്തിലേക്ക് കൊണ്ട് സ്വഹാബാക്കളെ പറഞ്ഞയച്ച് യുദ്ധം എന്തായി എന്നറിയാൻ ദിവസങ്ങൾക്കപ്പുറം മദീനയുടെ അതിർത്തിയിൽ പോയി നിൽക്കുകയാണ്. നല്ല വെയിലാണ്, അദ്ദേഹം മുഖം ഇങ്ങനെ മൂടി കെട്ടിയിട്ടുണ്ട്, ആരാന്ന് പോലും അറിയില്ല കണ്ടാൽ. ഇതൊന്നൊരു പടയാളി ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ അദ്ദേഹം ചോദിച്ചു, യുദ്ധം എന്തായി? ഇദ്ദേഹത്തിന് അറിയില്ല, ഇത് ഉമറാന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉമറിനെ ഖലീഫിനെ കാണാൻ പോവാണ്, എനിക്ക് അദ്ദേഹത്തോടാണ് പറയേണ്ടേ. അദ്ദേഹം മുന്നിൽ ദുതവേഗത്തിൽ ഓതിക്കൊണ്ട് പിടകുന്ന ഉമർലാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്തു. ഞാനാണ് ഉമർ എന്ന് പറയാൻ അദ്ദേഹത്തിന് വിനയം അനുവദിച്ചില്ല. മദീനത്തേക്ക് എത്തി. അപ്പോഴാണ് ഇദ്ദേഹത്തിന് അമളി മനസ്സിലായത്. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, അല്ലയോ ഖലീഫ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്കറിയില്ല നിങ്ങളാണെന്നുള്ള കാര്യം, നിങ്ങൾക്കൊന്ന് വിളിക്കാമായിരുന്നില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, അതൊക്കെ വിടൂ, പോട്ടെ, അന്ന് വിഷയമല്ല. യുദ്ധം എന്തായി? അൽഹംദുലില്ലാ, നമ്മൾ യുദ്ധം ജയിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം, ആർക്കൊക്കെയാണ് അള്ളാഹു ഷഹീദാവാനുള്ള മഹാഭാഗ്യം നൽകിയത്? അപ്പം അദ്ദേഹം ഇങ്ങനെ, ഉമർ, ഇന്നയാൾ ഫുലാനുബിന് ഫുലാൻ, ഇന്നയാളുടെ മകൻ, കുറേ പേര് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഉമറിനറിയാത്ത വേറെയും കുറേ ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്, അവരൊന്നും ഉമറിനറിയില്ല. ഉമറിന് ചെറിയ കുട്ടിയെ പോലെ ഇങ്ങനെ കരയാണ്. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ലാ യളുറുഹും അല്ലാ യഅരിഫുഹും ഉമർ ലാകിന്നല്ലാഹ യഅരിഫുഹും. നിസ്സാരനായ ഉമറിനെ അവരറിയില്ലെങ്കിൽ എന്താ അത്ര പ്രശ്നം? അള്ളാഹുവിനെ അവരറിയാം, അവരാരാണെന്നറിയാം, അവരെന്താണെന്നറിയാം, കൃത്യമായിട്ട് അള്ളാഹുവിനറിയാം. ജീവിതത്തിൽ നന്മ ചെയ്യാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ ഭൂലോകത്ത് ആര് കണ്ടിട്ടില്ലെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ട്, അയാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അയാൾ അതിൻ്റെ പ്രതിഫലം തരും. ഇതിനാണ് ഇഹ്സാൻ എന്ന് പറയാ. ഇഖ്ലാസും കൂടി നമുക്ക് ഉണ്ടാവണം. ഇഖ്ലാസ് ഇല്ലാത്തൊരു കർമ്മം അല്ലാഹ് സ്വീകരിക്കൂല. എന്തും ഇഖ്ലാസിന് നമ്മൾ സാധാരണ അർത്ഥം പറയില്ല, ആത്മാർത്ഥത, നിഷ്കളങ്കത എന്നൊക്കെയാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ ചില മലയാള അർത്ഥങ്ങൾ പഠിച്ചുകൊണ്ടാണ് പലപ്പോഴും അതിൻ്റെ ചൈതന്യങ്ങളൊക്കെ നമ്മൾ കിട്ടാതെ പോകുന്നതും. ആത്മാർത്ഥ നിഷ്കളെന്നൊക്കെ പറയാമെങ്കിലും കുറച്ചും കൂടെ ഒരു ആഴത്തിൽ അർത്ഥം അതിനുണ്ട്. ഒറ്റയാക്കുക എന്നതാണ് അർത്ഥം, ഏകനാക്കുക എന്നതാണ് വിവക്ഷ. ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം ഒരാളുടെ മാത്രം പ്രീതിക്കും പ്രശംസക്കും അംഗീകാരത്തിനും പ്രതിഫലത്തിനുമാക്കി തീർക്കാൻ പറ്റലാണ് ഇഖ്ലാസുള്ള കർമ്മം. ഞാൻ ചെയ്യുന്ന കർമ്മം ഒരാളും നല്ല പറയണ്ട, ആരും നമ്മളെപ്പറ്റി കേമത്തിന് വിചാരിക്കണ്ട, അള്ളാഹ് വിചാരിച്ചാൽ മതി. ആ പിടിവാശിക്ക് പറയുന്ന പേരാ ഇഖ്ലാസ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, അമൽ ചെയ്യുമ്പോൾ തുടക്കത്തിൽ നിയ്യത്തുണ്ടാകണം. പക്ഷേ
അതിൻ്റെ കൂടെ ഇഖ്ലാസ് ഉണ്ടാവുകയും ആ കർമ്മം ചെയ്തു കഴിഞ്ഞാലും ജനങ്ങളെ പ്രശംസയിലേക്കും പ്രീതിയിലേക്കും അതിനെ ഇട്ടുകൊടുക്കാതിരിക്കാനുള്ള പിടിവാശിയുടെ പേര് ഇഖ്ലാസ്. നമ്മൾക്ക് ആ 3 ഗുഹയിൽ കുടുങ്ങിയ ആളെ സംഭവമൊക്കെ നമുക്കറിയാലോ. 3 ഗുഹയിൽ കുടുങ്ങി. പിന്നെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒക്കെ ഇഖ്ലാസിന്റെ അധ്യായത്തിൽ പഠിപ്പിച്ച ഇമാം നബി റിയാദുസ് സ്വാലിഹീന്റെ ആമുഖത്തിൽ കൊടുത്ത സംഭവമാണത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചുരുക്കാണ്, സമയം കഴിഞ്ഞു. റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങളുടെ മുൻഗാമികൾപ്പെട്ട 3 യാത്ര പോയി. രാത്രിയായപ്പോൾ അവർ ഗുഹയിൽ അഭയം തേടി. പക്ഷേ ഗുഹ ഒരു പാറക്കല്ല് വന്ന് അടഞ്ഞു. അവർ പരസ്പരം ശ്രമിച്ചു, പാറ നീങ്ങണില്ല. അവസാനം അവർ പറഞ്ഞു, ഇന്നഹു ലാ യുൻജീകും മിൻ ആദി സുഖ്റ, ഈ പാറയെ നമ്മൾ രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും കഴിയൂല. ഇല്ലാ അൻ തദഉല്ലാഹ ബിസ്വാലിഹി അമാലിക്കും, നമ്മുടെ മുൻപ് ചെയ്ത സ്വാലിഹായ അമലുകളെ കൊണ്ട് നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. 3 ആളും പ്രാർത്ഥിച്ചു. 3 ആളും അവർ ചെയ്ത ആ നന്മകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞു. ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കില്ല. പക്ഷെ അവർ ആ നന്മ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ശേഷം പറഞ്ഞ ഒരു വരിയുണ്ട്. ആ വരി ഇന്നോളം നാം ചെയ്ത അമലുകൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പറയാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു. ഇല്ലെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. അവർ പറഞ്ഞ വരി എന്താ? അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിആഹ വജ്ഹിക, അല്ലാഹുവേ, ഞാൻ ആ ചെയ്ത അമൽ, ഞാൻ ചെയ്ത ആ പ്രവർത്തനം അത് നിന്റെ വജ്ഹ് മാത്രം, നിന്റെ പ്രതിഫലം മാത്രം, നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്നല്ല, ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ രക്ഷപ്പെടുത്തിയാ മതിട്ടോ എന്നാ പറഞ്ഞു. അവർ അള്ളാഹ്ക്കനെ വിട്ടുകൊടുത്തു. ഞാൻ അന്ന് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ 100ക്ക് 100 എൻ്റെ നീയത്ത് ഇങ്ങനെ തന്നെയാണെന്ന് അള്ളാഹ് നിനക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കഴിച്ചിലാക്കിയാൽ മതി എന്നാ പറഞ്ഞു. നമ്മൾ ചെയ്ത അമലുകളെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ വീട്ടിലേക്ക് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോവുകയാണ്. അവിടെ നമ്മുടെ വീട്ടിൽ താരം സംഭവിക്കാതെക്കട്ടെ, മക്കളോ വീണയോ മാതാപിതാക്കളോ ബോധമില്ലാതെ കിടക്കണ കണ്ടു, വാരിയെടുത്ത് ഇവിടുന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി, ഒന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർ പറയാണ് രക്ഷപ്പെടാൻ ചാൻസ് കുറവാ, അത്ഭുതം സംഭവിക്കണം, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ 3 ആൾ കുടുങ്ങിയ പോലെ നമ്മളിങ്ങനെ കുടുങ്ങും. നമ്മൾ അല്ലാഹുവിലേക്ക് കൈകളിങ്ങനെ പൊക്കും. ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ ഏതു കർമ്മത്തെയാണ് നമ്മളെ മുമ്പിൽ വെക്കുക? ആ 3 ആൾ നിസ്കാരം വെച്ച് പ്രാർത്ഥിച്ചില്ല, ആ 3 ആൾ നോമ്പ് വെച്ച് പ്രാർത്ഥിച്ചു, ഹജ്ജൊന്നും വെച്ച് ആക്കെ എല്ലാവരും ചെയ്യണ, അതിന് പ്രാധാന്യം ഇല്ല എന്നല്ല. പക്ഷേ ഇതൊന്നും അല്ലാത്ത അള്ളാഹുവിനെ മാത്രം അറിയുന്ന കർമ്മം നമ്മളെ കയ്യിലുണ്ടോ എന്ന് ആലോചിക്കുക. ഉണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞ വരി പോലെ പടച്ചോനെ ഉറപ്പുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിയ മതി എന്ന് പറയാൻ ഒറ്റ അമല് നമ്മുടെ കയ്യിലുണ്ടോ? പള്ളിൻ്റെ അടുത്ത് നമ്മളെ വരാം. ആൾക്കാരപ്പം ഇന്നെ പറ്റി എന്താ ഞാൻ പള്ളിയിൽ പോലെ കരുതുക എന്ന് വിചാരിച്ചാണ് പള്ളിക്ക് വരണമെങ്കിൽ പോയില്ലേ, ഒന്നും കിട്ടൂല. നമ്മൾ 99.99% അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് 0.1% ജനങ്ങളെ നല്ല വാക്കും പ്രതീക്ഷിച്ചാൽ നല്ല പായസത്തേക്ക് ഒരു ഇറ്റ് വിഷം വീണ പോലെ ഉണ്ടാവും, എല്ലാം പോവും. 100ക്ക് 100 നമ്മളെ നീയത്ത് നമ്മൾ നന്നാക്കുക. അള്ളയെ കാണാനുള്ളൂ. അള്ളയാണ് എന്നെ സൃഷ്ടിച്ച്, അള്ളയാണ് പരിപാലിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുക, അള്ളാഹുവാണ് ചോദ്യം ചെയ്യുക, അള്ളാഹുവാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക, അള്ളയാണ് സ്വർഗവും നരകവും തീരുമാനിക്കുക. ആ റബ്ബിൻ്റെ തൃപ്തിയിലേ എനിക്ക് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കുറേ ഓക്കെ ആവും. ഈ ആളുകൾ നമ്മളെ മറക്കും. കുറേ കാലമൊന്നും ആരും നമ്മളെ ഓർക്കാൻ പോണില്ല. നമ്മൾ ആലോചിക്കണ്ടേ, ഇന്ന് ഞാൻ മരിച്ചാൽ സംഭവിക്കാൻ പോണ ചിത്രം എന്താണെന്ന് ആലോചിക്കണം. ഇപ്പം സമയം 7:30, ഇപ്പൊന്നൊരു അറ്റാക്ക് വന്ന് നമ്മൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹ് എല്ലാവർക്കും വഹീദായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എങ്ങാനും മരിച്ചാൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലൂടെ വാർത്ത പോവും, നമ്മുടെ മുഖം ചിരിക്കുന്നൊരു ഫോട്ടോൻ്റെതായേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വർത്തമാനങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സ്റ്റാറ്റസുകളിലും ഇങ്ങനെ പരന്നൊഴുകും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മരണവാർത്ത കേട്ട് ഞെട്ടും. ഇൻഷാ അല്ലാഹ് 7:45 ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മരണവാർത്ത കേട്ട് ഞെട്ടും. നമ്മുടെ അയൽവാസികളും കുടുംബക്കാരും നാട്ടുകാരും നമ്മുടെ വീട്ടിലേക്ക് വരിവരിയായിട്ട് കടന്നു വരാൻ തുടങ്ങും. വീടിൻ്റെ ഉമ്മറത്തോ നമ്മുടെ ഹാളിലോ നമ്മളെങ്ങനെ കിടത്തും. ഗദ്ഗതമായി നമ്മുടെ പ്രിയപ്പെട്ടവർ വിതുമ്പലോടെ നമ്മളിങ്ങനെ നോക്കിക്കും. ആരൊക്കെയോ ചേർന്ന് മയ്യത്തുടിപ്പിക്കും. കഫമ്പുടവക്ക് 50-60 ഉറുപ്പിക മീറ്ററിന് വരെയുള്ള തുണിയോണ്ട് നമ്മളെ പുതിയും. സുന്ദരമായ ബെഡിൽ കിടന്ന നമ്മൾ ആടി ഉലയുന്ന കട്ടിലേക്ക് മാറ്റപ്പെടും. ആഡംബരത്തിൻ്റെ വാഹനങ്ങൾക്ക് പകരം 6 കാലുള്ള കട്ടിലേക്ക് നമ്മൾ മാറും.
ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് പകരം 3 കഷ്ണം തുണിയിലേക്ക് നമ്മൾ ഒതുങ്ങും. നല്ല സുന്ദരമായ പട്ടുമെത്തുകൾക്ക് പകരം മണ്ണോട് ചേർന്നു നമ്മളെ കിടത്തും. ശരി, എത്ര നേരം ആൾക്കാരുണ്ടാവും തസ്ബീഹത്തിനൊക്കെ ചോദിച്ച്? ഖബർ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ മകന്റെ തോളിലോ വാപ്പാന്റെ തോളിലോ ഒക്കെ ആൾക്കാർ, ഭർത്താവിൻ്റെ തോളിൽ ആൾക്കാർ കൈതട്ടും. പോകല്ലേ, സമയമായി, കുറെ നേരം നിൽക്കാൻ പാടില്ല. അവരങ്ങനെ പോവും. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അവസാനം പോകുന്ന ആ മനുഷ്യന്റെ വരെ നഅൽ, ചെരുപ്പിന്റെ ശബ്ദം നമ്മളെ ഖബറിന്ന് ഇങ്ങനെ കേൾക്കും. ഇനി ബാക്കി ദുനിയാവ് ചിത്രം ആലോചിച്ച് നോക്കി നിങ്ങൾ. 3 ദിവസം അങ്ങനെ അയൽവാസികൾ ഇങ്ങനെ കുടുംബക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വരും. നമ്മളെ 4 മദ്ഹൊക്കെ പറയും. ഇന്നലെയും കൂടി ഞങ്ങൾ വർത്താനം പറഞ്ഞതാ, അങ്ങനെയെന്നൊക്കെ പറയും. എൻ്റെ വാപ്പ അങ്ങനെയേനി, ഉമ്മ അങ്ങനെയെന്നൊക്കെ പറയും. ഒരാഴ്ച നമ്മുടെ വീട്ടിൽ മൗനം തളം കെട്ടിക്കിടക്കും. ആർക്കും വലിയ ചെറിയും കളിയും വർത്താനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയോ ബാപ്പയോ ഭർത്താവോ ഭാര്യയോ മക്കളൊക്കെ റിക്കവർ ആയിട്ട് വരാൻ 1 മാസം കൂടിയൊക്കെ സമയമെടുക്കും. അതും കൂടി കഴിഞ്ഞാലുള്ള ചിത്രം വെറുതെ ആലോചിച്ചോളി. പിന്നെ നമ്മൾ ആ വീട്ടിലില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ അവരിങ്ങനെ മറവിയുടെ ചതുപ്പിലേക്ക് ഇങ്ങനെ തള്ളിയിടും. പിന്നെ വാട്സപ്പ് ഇങ്ങനെ തോണ്ടുമ്പോൾ, അല്ലെങ്കിൽ പണ്ടത്തെ ഗാലറിയിൽ നിന്ന് പഴയ ഫോട്ടോ കിട്ടുമ്പോൾ അതിങ്ങനെ കുടുംബ ഗ്രൂപ്പിൽ കിട്ടും. ചിലപ്പോൾ കല്യാണവും സൽക്കാരൊക്കെ വരുമ്പോൾ ബാപ്പ ഉണ്ടായതിനെ കാലം, ഉമ്മ ഉണ്ടായതിനെ പെരുന്നാൾ എന്നുള്ള വർത്തമാനങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങും. ചിലപ്പോൾ അപ്പം പോലും അള്ളാഹു മുഫുല്ലഹു എന്നുള്ള വരി അവരെ നാവുന്ന വരൂല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് ബക്കയിലേക്ക് ചെല്ലുകയാണ്. സ്വഹാബാക്കളെ ഖബറടക്കിയ ബക്കയിലേക്ക് രാത്രി ചെന്ന് അദ്ദേഹം പറയുന്നു, എനിക്ക് നിങ്ങളോട് ചില വർത്തമാനങ്ങൾ അറിയിക്കാനുണ്ട്. അദ്ദേഹം അവരോട് പറയുന്ന വർത്തമാനങ്ങളുണ്ട്. അമ്മൽ മനാസിലു ഫഖദ് സുക്കിനത്, അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്, അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്. ദാ നിങ്ങളുടെ വീടുകളൊക്കെയും രാപ്പകലില്ലാതെ ഗൾഫിൽ 5-10 കൊല്ലം പോയി രാവിനെ പകലാക്കി ചോര നീരാക്കി ഉണ്ടാക്കിയ വീടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ വീടൊക്കെ മറ്റുള്ളവർ താമസാക്കി. അവിടെ പെങ്ങളില്ല. അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്, നിങ്ങളുടെ ഇണകളുടെ വിവാഹങ്ങൾ കഴിഞ്ഞു. നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാനാകൂല എന്ന് പറഞ്ഞ മനുഷ്യരൊക്കെ മറ്റുള്ളവരുടെ മണവാളന്മാരും മണവാട്ടിമാരുമായി മാറിയിട്ടുണ്ട്. അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, നിങ്ങളുണ്ടാക്കിയ സമ്പത്തൊക്കെയും അതിൻ്റെ അവകാശികൾ ഓഹരി വെച്ച് വിഭജിച്ചെടുത്തു പോയിട്ടോ. വഹാദാ ഖബ്റു മാ ഇൻദനാ വമാ ഖബ്റു മാ ഇൻദകും, എൻ്റെ അടുത്ത് നിങ്ങളോട് പറയാനുള്ള വാർത്തകൾ ഇതാണ്. നിങ്ങളുടെ അടുത്ത് വല്ല വർത്തമാനങ്ങളുമുണ്ടോ? താടി നിരത്തിരുന്ന് താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാറ് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അവരെങ്ങാനും ഈ വർത്തമാനങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ലഖാലു, അവരൊക്കെ പറയും, ഇന്ന ഖൈറസ്സാദി തഖ്വ, ഇവിടെ ഉപകരിക്കുന്ന അമൽ തഖ്വ മാത്രമാണട്ടോ എന്ന് പറയുന്ന ആ തഖ്വ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. കൈ ഇങ്ങനെ എടുത്ത് ഇടനെഞ്ചമെന്ന് വെച്ച് നോക്കി, ഒരു മിടിപ്പ് ഇങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ അവസരങ്ങൾ തീർന്നിട്ടില്ല എന്നർത്ഥം. നമ്മളും മരിച്ചുപോയ മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവര് മണ്ണിന്റെ തായും നമ്മൾ മണ്ണിന്റെ മുകളിലുമാണ്. ഏത് സമയത്തും മണ്ണ് നമ്മുടെ മുകളിലേക്ക് വരും. അതിൻ്റെ മുമ്പ് നമ്മൾ സമയത്ത് ഉപയോഗപ്പെടുത്തണം. ദീർഘമായ കാലഘട്ടമൊന്നും ഇവിടെ അല്ല. ആരതാ ഭയങ്കര ഭാഗ്യവാനായ മനുഷ്യൻ? എന്താ നമ്മുടെ അഭിപ്രായം? കുറേ കൊല്ലം ജീവിച്ചിങ്ങനെ മരിച്ചാലോ? റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, മൻതോല ഉംറുഹു വഹസുന അമലുഹു, ആർക്കാണോ ദീർഘമായ കാലഘട്ടം ജീവിക്കാൻ ചാൻസ് കിട്ടി, ആ ജീവിതകാലം മുഴുവൻ നന്മ ചെയ്ത് മരിച്ച ആളുണ്ടോ, അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. മൻഷറു റിജാൽ, ആരാ മോശപ്പെട്ടവൻ? മൻതോല ഉംറുഹു, ആർക്കാണോ ദീർഘമായ കാലം ജീവിക്കാൻ അവസരം അല്ലാഹു കൊടുത്തു, സാ അമലുഹു, ആ ജീവിതം മുഴുവൻ തിന്മ ചെയ്തവനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ. 25-ാമത്തെ വയസ്സിൽ മരിച്ചാലും ജീവിതം അത്ര കാലം ഉടനീളം നന്മയിലാണോ? സൗഭാഗ്യമുള്ള മരണം. അല്ലാതെ 60 കൊല്ലം ജീവിച്ച് 58 കൊല്ലവും തിന്മയിലൂടെ മതിമറന്ന അവസരം 2 കൊല്ലം നന്മ ചെയ്ത, അതല്ല സൗഭാഗ്യത്തിന്റെ മരണം. ഉള്ള ആയുഷ്കാലം അത്രയും നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് പറ്റണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ്. അന്നാസു സിൻഫാൻ, അഹ്മദ് ഷൗക്കി പാടിയല്ലോ, ജനങ്ങളെന്ന് പറഞ്ഞാൽ 2 ഇനമാണ്. ഒന്ന് മൗതാഫി ഹയാത്തീം, തൻ്റെ ജീവിതത്തിൽ തന്നെ മരണപ്പെട്ട മനുഷ്യർ. ജീവണ്ടോ?
ജീവനൊക്കെ ഉണ്ട്, പക്ഷെ ജീവിതമൊന്നുമില്ല. അങ്ങനെ ചണ്ടി ഒഴുകുന്ന പോലെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവരങ്ങനെ ഒഴുകിപ്പോകുന്നു. രാവാകുന്നു, പകലാകുന്നു. പക്ഷേ പ്രത്യേകിച്ച് കനമുള്ള കർമ്മങ്ങളൊന്നും കർമ്മപുസ്തകത്തിലേക്ക് അവർ രേഖപ്പെടുത്തുന്നില്ല. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ജനനത്തിന്റെയും ഇടയിൽ ജീവിതത്തെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. പക്ഷേ രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്, ബിബത്തുനിൽ അർളി അഹിയ. അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഖബറിലാണ്, അവർ മണ്ണിന്റെ വയറ്റിലാണ്. പക്ഷെ അവരവിടെ അന്തി ഉറങ്ങുന്നുണ്ടെങ്കിലും അവരവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇമാം ബുഖാരി റഹിമുള്ളയെ കണ്ടിട്ടുണ്ടോ? ഇമാം മുസ്ലിം റഹിമുള്ളയെ, മുഹമ്മദ് അമാനി മൗലവിയെ, ഇവരൊക്കെയും മുൻകാലങ്ങളിൽ മരണപ്പെട്ടു പോയ മനുഷ്യർ. ഇബ്നു തൈമിയ റഹിമുള്ള ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മകൻ പോലും ഇല്ല. കാരണം അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു ഉമ്മത്ത് മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള രേഖപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ മരിച്ചാൽ എത്ര പേരെ കർമ്മങ്ങളിൽ ഞാൻ ഉണ്ടാകും, എത്ര പേരെ പ്രാർത്ഥനകളിൽ ഞാൻ ഉണ്ടാകും. എനിക്ക് ലഭിച്ച ജീവിതത്തിന്റെ കാലഘട്ടം ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കൊഴിവ് സമയങ്ങളുണ്ടല്ലോ, എനിക്കൊരുപാട് സാധ്യതകളുണ്ടല്ലോ, അവസരങ്ങളുണ്ടല്ലോ, എനിക്ക് ജീവിതമുണ്ടല്ലോ, എനിക്ക് ശ്വാസമുണ്ടല്ലോ, എനിക്ക് സമ്പത്തുണ്ടല്ലോ, എനിക്ക് സമയമുണ്ടല്ലോ. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹു നന്ദി കാണിക്കാൻ ചോദിച്ചാൽ നമ്മൾക്ക് പല മറുപടികൾ ഉണ്ടാകാം. നമസ്കരിച്ചുകൊണ്ട് എന്നോ നോമ്പെടുത്തുകൊണ്ടോ എന്നോ പലതും. പക്ഷേ അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വർത്തമാനം, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു വിശ്വാസികളെ, അവരെ സമ്പത്തിനെയും അവരെ തന്നെയും അള്ളാഹു വാങ്ങി. ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗത്തിന് പകരമായി കൊണ്ടാണ് അള്ളാഹു വാങ്ങിയത്. അള്ളാഹു നമ്മൾക്ക് എന്താണോ നൽകിയത്, വബ്തഈ ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നമ്മൾക്ക് എന്താണോ നൽകിയത് അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകണം നമ്മൾ. എനിക്ക് എഴുതാനുള്ള കഴിവാണോ, എനിക്ക് സംസാരിക്കാനുള്ള കഴിവാണോ, എനിക്ക് ഓർഗനൈസിംഗ് സ്കില്ലാണോ, എനിക്ക് ഏത് മേഖലയിലാണ് എനിക്ക് കഴിവുള്ളത്, ആ കഴിവ് എനിക്ക് അള്ളാഹു നൽകി. അത് എന്റെ ബിസിനസ് മേഖല ഞാൻ കൊടുക്കുന്നുണ്ടാകാം, എന്റെ ജോലി മേഖലയിൽ കൊടുക്കുന്നുണ്ടാകാം. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അള്ള എനിക്ക് തന്ന മികവുകളെ, അള്ള എനിക്ക് തന്ന കഴിവുകളെ ഞാൻ എത്രയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം അതീവ ഗൗരവത്തിൽ, അതീവ സൂക്ഷ്മമായി നാം ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കണം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി വെടിയാളമുണ്ടായി. ഓരോ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പുറപ്പെടണമെന്ന് പറയുമ്പോൾ ചെറിയൊരു പെൺകുട്ടി വരുന്നുണ്ട്. ആരാണ് വീട്ടിൽ ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്റെ ചെറിയ പിഞ്ചു പൈതൽ മാത്രം വീട്ടിലുണ്ട്, നീ മടങ്ങിപ്പോവുക, നിനക്ക് അനുവാദമില്ല, നീ മടങ്ങിപ്പോവുക, അനുവാദമില്ല. ദാമഹദി പറയുന്നത്, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം വേണം റസൂലേ, എന്തുണ്ട് മാർഗം? ഇല്ല, നിനക്ക് അനുവാദമില്ല, മടങ്ങിപ്പോവുക. മനസ്സോടുകൂടി ആ പെണ്ണു മടങ്ങി. അല്പം കഴിഞ്ഞ് ആ പെണ്ണ് വരുന്നത് തന്റെ പിരടിയുടെ അടിയിലേക്കുള്ള മുടി മുറിച്ച് ആ മുടി ഇങ്ങനെ മുടഞ്ഞൊരു കയറാക്കി കോന്തരയാക്കി പ്രവാചകന്റെ കൈ റസൂലേ, ഇത് താങ്കളുടെ കുതിരയുടെ കടിഞ്ഞാണായിട്ട് ഉപയോഗിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ മുടി കൊടുത്ത കൂലി എനിക്ക് വേണം റസൂലേ എന്ന് പറയുന്ന മഹദിമാർ നമ്മുടെ മുൻഗാമികൾ ജീവിച്ചു പോയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കണ്ണു കാണില്ല എന്നത് പരിമിതിയായിക്കൊണ്ടല്ല, അദ്ദേഹം അത് പരീക്ഷണമായി കൊണ്ട് നോക്കിക്കണ്ടു. അദ്ദേഹം ജമാഅത്തുകൾക്ക് എത്തിപ്പെട്ടു. താബീങ്ങൾ പറയാറുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു മക്തൂമിന്റെ വീടും മദീന പള്ളിയും തമ്മിൽ ബന്ധിപ്പിച്ച ഒരു കയർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് അവർ കടന്നു വന്നിരുന്നു. നമ്മൾക്ക് ആലോചിക്കണ്ടേ, ഒന്നും മൈക്കില്ല, ക്ലോക്കിൽ നോക്കാൻ വയ്യ, സംവിധാനങ്ങളൊന്നുമില്ല. നമ്മൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ന്യായം അത് അള്ളാന്റെ മുമ്പിൽ പറയാൻ പറ്റിയ ന്യായമാണോ? അള്ളാഹ് ഇതിന് വില തരുമെന്നുള്ള ബോധ്യം നമ്മൾ വീണ്ടും 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 അവനാനെ പറ്റി നല്ലോണം ആലോചിക്കണം. ഞാൻ എന്നോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളോട് ചോദിച്ചു നോക്കുക, എൻ്റെ ന്യായങ്ങളൊക്കെയും അള്ളാന്റെ മുമ്പിൽ നിരത്താൻ പറ്റിയ ഒന്നാണോ എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, റസൂലേ എനിക്ക് ബാങ്ക് കൊടുക്കണം. പക്ഷെ അബ്ദുള്ള, ബാങ്ക് കൊടുക്കണമെങ്കിൽ ആകാശത്തേക്ക് നോക്കണ്ടേ, സൂര്യന്റെ ചലനം അറിയണ്ടേ? അബ്ദുള്ള, നിനക്ക് എങ്ങനെ? ഇല്ല റസൂലേ, എനിക്ക് കൊടുക്കണം. ഇസ്ലാമിന്റെ മുഅദ്ദിനായി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അസിസ്റ്റന്റായി അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം കടന്നു വരുന്നത് അങ്ങനെയാണ്. നന്മയുള്ള താല്പര്യം. മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ വന്ന് ഞങ്ങൾക്ക് പ്രബോധനത്തിന് വേണ്ടി പ്രബോധകന്മാർ അയച്ചു തരുമോ ചോദിക്കുമ്പോൾ ഇസ്ഹാഖ് റളിയല്ലാഹുവിന്റെ കൂടെ തന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു സ്വഹാബിയുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു ആണത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ പരിക്ക് പറ്റുന്നവരെ പരിചരിക്കാൻ ടെന്റിൽ നിന്നൊരു സ്വഹാബിയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം ആണത്. ഉമർലാന്റെ ഭരണകാലഘട്ടം എത്തി. അബ്ദുല്ലാഹി റളിയല്ലാഹു വാർദ്ധക്യത്തിന്റെ കൊടുമുടിയിലാണ്. ഉമറെ, ഞാനും യുദ്ധത്തിനുണ്ട്. അബ്ദുല്ലാ, താങ്കൾക്ക് കണ്ണു കാണില്ല, താങ്കൾ എന്തു ചെയ്യാനാണ് യുദ്ധത്തിന് കടന്നു വന്നിട്ട്? ഉമറെ, അല്ല എനിക്ക് കണ്ണു കാണില്ല എന്നത് അല്ല എനിക്കു തന്ന പരീക്ഷണമാണ് ഉമറെ. അല്ല എനിക്ക് സ്വർഗം കിട്ടുന്ന വിഷയത്തിൽ തടസ്സം നിൽക്കരുത് ഉമറെ എന്ന് പറഞ്ഞ് ആ യുദ്ധരണാങ്കണത്തിലേക്ക് പുറപ്പെട്ട് ഷഹീദായി മരണപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നമ്മളെയൊക്കെ എത്ര ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ചരിത്രമാണ് എന്ന് വീണ്ടും 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 നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദീനുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനും അള്ളാഹുവിന്റെ പ്രവാചകനും മുഖ്യമായ സ്ഥാനം കൊടുക്കണം. ആ കൽപ്പനകൾ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാകണം. എനിക്ക് എന്തില്ലെങ്കിലും അള്ളാഹും റസൂലും കൂടെ ഉണ്ടായാൽ മതി, ആ അള്ളാഹുവിന്റെ ആദർശം കൂടെ ഉണ്ടായാൽ മതി എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രവാചകന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കൂ. 40 കൊല്ലം റസൂൽ ജീവിച്ചു എന്ന് പറയാം. ആ 40 കൊല്ലങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള 23 വർഷ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യാതനകളുടെ, വേദനകളുടെ, പലായനങ്ങളുടെ, രക്തമണക്കുന്ന നഷ്ടങ്ങളുടെ കാലഘട്ടം മാത്രമാണ്. ആ കാലഘട്ടത്തിൽ അവസാന മക്ക വിജയം സംഭവിച്ച് ഇനി നടു നിവർത്താമെന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് ഹുനൈനിലേക്ക് റസൂലുള്ളാഹിയും സ്വഹാബാക്കളും അറിയപ്പെടുന്നത്. മക്കയുടെ ചുറ്റുമുള്ള സഖീഫ് ഗോത്രം, ത്വായിഫിലെ സഖീഫ് ഗോത്രം, അത് മക്കയ്ക്ക് ചുറ്റുമുള്ള മറ്റു സഖ്യശക്തികളെ ചേർത്ത് ഒരു വലിയ സായുധപ്പടയായി പുതിയ മക്കയെ കീഴടക്കാൻ വേണ്ടി കടന്നു വരുന്നു. റസൂലുള്ളാഹിയും സ്വഹാബാക്കളും യുദ്ധത്തിലേക്ക് വീണ്ടും അറിയപ്പെടുന്നു. ആദ്യം പരാജയപ്പെടുന്നു, പിന്നീട് വിജയിക്കുന്നു. ഇന്നോളം ഒരു യുദ്ധത്തിലും കാണാത്തത്ര വനീമത്ത് സ്വത്ത് കൂമ്പാരമായി പ്രവാചകന്റെയും സ്വഹാബാക്കളുടെ മുമ്പിൽ പരന്നു കിടക്കുന്നു. അതിദരിദ്രനായ പ്രവാചകന്റെ കയ്യിലൂടെ സ്വഹാബാക്കൾക്ക് റസൂലുള്ളാഹി ആ സമ്പത്ത് ഇങ്ങനെ വാരി വാരി കൊടുക്കുന്നു. ഒന്നും അവശേഷിച്ചില്ല, എല്ലാം തീർന്നു. പ്രവാചകന് തരി പോലും എടുത്തില്ല. അതൊന്നും കിട്ടാത്ത ഒരു ഭാഗം സ്വഹാബാക്കൾ അപ്പുറത്തുണ്ട്. അത് അൻസ്വാരികളാണ്. പ്രവാചകനെ ചേർത്തു പിടിച്ചവർ, സ്വഹാബാക്കൾക്ക് അഭയം നൽകിയവർ. അവരിലെ ചെറിയ കുട്ടികൾ പറഞ്ഞു, നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, നമ്മുടെ വാപ്പമാരല്ലേ അവർക്കെല്ലാം ചെയ്തു കൊടുത്ത്, എന്തേ നമ്മൾക്കൊന്നും തരാതിരുന്നു? ഇതവരെ വാപ്പാര് കേട്ടു. റസൂലേ, മക്കൾക്കിടയിൽ ഇങ്ങനെ ഒരു പരാതിയുണ്ട്, എന്താണ് ഞങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. റസൂൽ അൻസ്വാരികളെ മാത്രം വിളിച്ചുകൂട്ടി, ബാക്കി എല്ലാരോടും പോകാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു, ആദ്യം അവരെ പുകഴ്ത്തി, പിന്നെ അവര് ചെയ്ത സഹായങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്ക തിരിച്ചു കിട്ടി, മക്ക എനിക്ക് പ്രിയപ്പെട്ട ഭൂമിയാണ്. പക്ഷെ ആ മക്കയിലേക്കല്ല ഇനി ഞാൻ പോകുന്നത്, മദീനത്തേക്കാണ് സ്വഹാബ. നമ്മൾക്കറിയാം എന്തായിരുന്നു മദീനയിലെ ഹിജ്റയുടെ ആദ്യ കാലഘട്ടം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തി. ആദ്യ ദിവസം എന്ന് പറഞ്ഞാൽ അവരൊക്കെയും ക്ഷീണിതരാണ്, രോഗിയാണ്. ആയിഷ ബീവി ഇങ്ങനെ അബൂബക്കറിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഉപ്പ എങ്ങനെയുണ്ട് മദീന? രാവിലെ എണീക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, മരിച്ചതിന് തുല്യമാണ് എന്നാ പറഞ്ഞേ. മക്ക വിട്ട് പോന്ന കാരണത്താൽ ബിലാൽ റളിയല്ലാഹുവിന് വിങ്ങിപ്പൊട്ടി കരയുന്ന ചരിത്രമുണ്ട്. സംഭവത്തിൽ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാം. പക്ഷെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്, പിന്നെ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കൊണ്ട് മദീന പുണ്യഭൂമിയായി തീരുന്നു. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി റസൂലുള്ളാഹി പറയുന്ന സ്വഹാബാക്കളോട്, ഞാൻ ഇനി മക്കയിലേക്കല്ല പോണത്, ഇവിടെയുള്ള ആളുകൾ ഈ ആയുധങ്ങളുമായി, ആഭരണങ്ങളുമായി, ദുനിയാവിൻ്റെ പളപളപ്പുകളുമായി അവരെ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ എൻ്റെ അനുസ്വാരികളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക്, നാടുകളിലേക്ക് തിരിച്ചു പോകുന്നത് എന്നെയും കൊണ്ടാണ്. നിങ്ങൾക്കത് പോരെ? നിങ്ങൾ തൃപ്തരല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതല്ലേ നിങ്ങൾക്ക് ഈ ദുനിയാവിൻ്റെ പളപളപ്പുകളെക്കാളും ഇഷ്ടം? നിങ്ങൾക്കത് താല്പര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അൻസ്വാരികൾ മുഴുവൻ കരയാണ്. കരഞ്ഞിട്ട് അവർ പറയുന്ന വർത്താനം, റസൂലേ, ഞങ്ങൾക്ക് താങ്കൾ മതി, ഞങ്ങൾക്ക് ദുനിയാവ് വേണ്ട, ഞങ്ങൾക്ക് പരലോകം മതി എന്നാ. കാലം നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ഈ ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണ് എന്ന വർത്തമാനങ്ങൾ നമ്മൾ നാനാഭാഗത്തുകൂടെ കേട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ നിന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, പണ്ട് ദീനിയായി സജീവമായി നടന്നവർ, ദീനെന്ന് അയഞ്ഞു പോകുന്ന കാഴ്ചകൾക്ക് നമ്മൾ ദൃക്സാക്ഷികളായിക്കൊണ്ടേയിരിക്കും. അവിടെയെല്ലാം എന്തൊക്കെ സംഭവിച്ചാലും, ആര് കളിയാക്കിയാലും, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ ബഹിഷ്കരിച്ചാലും, ഈ ബഹിഷ്കരണം ഒറ്റപ്പെടുത്തലൊക്കെ തൗഹീദ് പറയുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
നമ്മൾക്ക് എന്തില്ലെങ്കിലും ആദർശമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. ശരി, അത് പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കത് പ്രശ്നമല്ല. അത് പറയാൻ എനിക്കാരുടെയും തിട്ടൂരം ആവശ്യമില്ല, എനിക്കാരെയും ഭയമില്ല. അവസാന കാലഘട്ടത്തിൽ ഈമാൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തീക്കനൽ കയ്യിൽ പിടിക്കുന്ന പോലെയാണെങ്കിൽ ശരി, ഞാൻ മുറുകെ പിടിക്കും, ഞാൻ ഇതിട്ടെറിഞ്ഞു പോവുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് സാധ്യമാകുമോ എന്ന ചോദ്യമാണ് കാലം നമ്മോട് ചോദിക്കുന്നത്. അതല്ല, പ്രവാചകന്റെ സുന്നത്തിനെ നിലത്തിട്ട് ചവിട്ടി കടന്നു പോകാൻ പറ്റുമോ എന്നതാണ് മറുചോദ്യം. എനിക്ക് പറ്റും അതിന് എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യവാന്മാർ മറ്റാരും ഉണ്ടാവുകയില്ല എന്ന ബോധ്യമുണ്ടാവുക. ജീവിതം ഒടുങ്ങിക്കൊണ്ടിരിക്കുന്നു, തീർന്നുകൊണ്ടിരിക്കുന്നു. അൽ ഖബറു കുല്ല യൗമിൻ യുനാദി, ഖബർ എല്ലാ ദിവസവും നമ്മെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കാൽമുട്ടുകൾക്ക് വേദന വരാൻ തുടങ്ങിയിരിക്കുന്നു, തലമുടികൾ ഞെരക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിരബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു, കണ്ണുകളുടെ കാഴ്ച മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു, കേൾവിശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാം മുന്നറിയിപ്പുകളാണ്. മടക്കയാത്രക്കുള്ള സമയമെടുത്തിട്ടുണ്ട്, പാതേയം ഒരുക്കിക്കൊള്ളൂ എന്നാ പറയുന്നത്. ആ പാതേയം എന്താണ്? തസവ്വദ് മിനത്ത് തഖ്വ, തഖ്വയാകുന്ന പാതേയം ഒരുക്കിക്കൊള്ളുക. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് ക്രമീകരിക്കാൻ ഈ സമയവും സംസാരവും എല്ലാം ഉപകാരപ്പെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മൾക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ഇരുത്തത്തിലൂടെ നമ്മുടെ എല്ലാ ചെറുപാപങ്ങളും അള്ളാഹുവിൻ്റെ ഹദീസുകൾ പഠിപ്പിക്കുന്ന പോലെ നമ്മൾക്ക് അള്ളാഹു എല്ലാം പുറത്ത്, ഈ പള്ളി കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കപ്പെട്ട മഹാഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, അയൽവാസികൾ, അവരെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെയും എല്ലാം നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിന്റെ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ, യഥാർത്ഥ തൗഹീദിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اعفو للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين. السلام عليكم ورحمة الله وبركاته.